പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം ഇന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണുവാനും കേൾക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ ഉപയോഗിക്കുന്നല്ലോ. ഇന്നും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കാണുവാനും രുചിക്കുവാനും ഒക്കെയും ദൈവം നമ്മളെ സഹായിക്കും. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് ബലപ്പെടാം. കർത്താവ് നമ്മളെ സകലതും അനുഗ്രഹവും അത്ഭുതമാക്കി മറ്റും ദൈവമാണല്ലോ. ഇന്നത്തെ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ കാണിക്കാനും കേൾപ്പിക്കാനും അനുഭവിപ്പിക്കുവാനും കർത്താവ് ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നലെ പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചന ഭാഗം, വചന ചിന്ത ഏതാന്നുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരുന്നു? വചന ചിന്തയാണ്, ഭാഗമല്ല. ഓർമ്മയുണ്ടോ? നമ്മൾ ഇന്നലെ കേട്ടു പരിശുദ്ധാത്മാരെ നമ്മൾ അനുവദിക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടു. പലരുടെയും നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ അധൈര്യപ്പെടുത്തുന്ന രീതിയിൽ വാക്കുകൾ കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങളൊരു വിശ്വാസി ഒഴിവാകണം. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് വിശ്വാസത്തിൽ നമുക്ക് പ്രതിസന്ധികളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യം എന്നാന്ന് ചോദിച്ചാൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഈ പ്രാപിക്കുക എന്നുള്ള വാക്ക് ഞാൻ കുറച്ചും കൂടെ ഈ പ്രാപിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ളൊരു പ്രയോഗം. കാര്യം ചിലപ്പോൾ അത് പ്രാപിച്ചില്ലെങ്കിൽ എന്നൊരു ചിന്ത വരും. നമ്മുടെ വാഗ്ദത്തങ്ങളെ അനുഭവിക്കുക. ഈ പ്രാപിക്കുക എന്നുള്ള വാക്ക് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ വായിന്ന് ആ വാക്ക് വരുമെങ്കിലും അതല്ല വാക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവകാശങ്ങളെ അനുഭവിക്കുക എന്നുള്ളതാണ്. ഈ ചിലത് നമ്മൾ പറയത്തില്ല, ചിലത് പ്രാപിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടേതല്ലാത്ത ഏതോ ഒന്നിനെ നമ്മൾ കരസ്ഥമാക്കിയതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവകാശങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ യഥാർത്ഥത്തിൽ ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അത് അനുഭവിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞോണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ഇന്ന് തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് തുടർച്ചയായിട്ട് പിന്നെയും കർത്താവിൻ്റെ വചനം കേൾക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിൻ്റെ 1, 2 അധ്യായങ്ങൾ കഴിഞ്ഞു. നമ്മൾ 3 കഴിഞ്ഞു. അപ്പോൾ 3-ാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ കേട്ടത്. നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചോണം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് അകലം പാലിക്കണമെന്ന് പറ. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനകൾ സുലഭമായ കാലഘട്ടമാണ്. ഞാനിത് എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ എൻ്റെ അടുക്കൽ ഈ പ്രാർത്ഥനയിൽ കൂടാൻ വന്നില്ലെങ്കിൽ പോലും എനിക്കൊരു സങ്കടവുമില്ല, ഒരു വിരോധവുമില്ല, എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ദൈവഹിതമുള്ളത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ്. കർത്താവിൻ്റെ ഹിതമുള്ളവർ മാത്രം കർത്താവേ ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരാവുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനിയിപ്പം പരസ്പരം നമുക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ ദൈവഹിതമാണെങ്കിൽ നിലനിൽക്കും. ദൈവഹിതമില്ലാത്തത് ചിലപ്പോൾ പോയാലോ നിന്നാലോ ചിലപ്പോൾ നമുക്ക് പരസ്പരം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചേരാൻ കഴിയാതെ വരും. അപ്പോൾ എൻ്റെ പ്രാർത്ഥന എപ്പോഴും കർത്താവിൻ്റെ ഹിതമല്ലാത്തതെല്ലാം നീങ്ങിപ്പോകണം. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അങ്ങനെ. കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഒരു ബന്ധമോ ഒരു നന്മയോ ഒരു അനുഗ്രഹമോ എനിക്ക് വേണ്ട. കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇതെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തന്നെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നറിയാമോ? നല്ല ബന്ധങ്ങളെ ദൈവം തരും. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഒരു മുൻപരിചയമില്ലാത്ത നിങ്ങളും ഞാനും എവിടെ നിന്നൊക്കെയോ നമ്മൾ ചെതറിക്കടന്ന് നമ്മളൊക്കെ എന്ത് ചെയ്തു? ഇവിടെ എത്തിച്ചേർന്നല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ എത്തിച്ചേർന്നപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ പലരായിരുന്നു നമ്മളെ കർത്താവ് ഒരുമിച്ച് എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർത്തു. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ആരും എന്ത് ചെയ്യരുത്? ഇന്ന് നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവഹിതം പോലെ സംഭവിക്കട്ടെ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട് വന്ന അതേ വചനഭാഗങ്ങൾ തന്നെയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ കേട്ടത് നമ്മുടെ മേൽ ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെന്നും വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അവകാശിയാണെന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചില ബന്ധങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ വളരെ സുലഭമാണ്. ഇന്ന് ലോകത്തിൽ ഇഷ്ടംപോലെ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്. എവിടെ ചെന്നാലും പ്രാർത്ഥനയാണ്. അപ്പോൾ എല്ലാ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് കുഴപ്പം. നമ്മൾ ധരിക്കുമ്പോഴാണ് പ്രശ്നം. എല്ലാ പ്രാർത്ഥനയും എന്താണ് നമ്മൾ ചിന്തിക്കും ഇത് കർത്താവിനാൽ ഉള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൽ നിന്നുള്ളതല്ല, പരിശുദ്ധാത്മാവ് നടത്തുന്നതല്ല. പരിശുദ്ധാത്മാവ് നടത്തുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാഗ്ദത്തങ്ങൾ, ആ അവകാശത്തിലേക്ക് നിങ്ങളെ അനുഭവിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് കൂട്ടായ്മകളെ ഏതും. ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഗലാത്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലേക്കൊന്ന് പോകാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണെങ്കിലും ഇന്ന് ഗലാത്യ ലേഖനമൊക്കെ വരുമ്പോൾ ഈ വാക്യമൊക്കെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇവിടെ എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ലീഗ എഴുതപ്പെട്ട് വച്ചിരിക്കുന്നത്? നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ അയച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ കൊടുത്തേക്കുന്ന വാക്കാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രൻ്റെ ആത്മാവിനെ. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള അതേ ആത്മാവ് നിങ്ങളുടെ മേൽ എന്ത് ചെയ്തിരിക്കുന്നു? അയച്ചിരിക്കുന്നു. എന്നിട്ട് 7-ാം വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ നിങ്ങൾ അവകാശി, ശ്രദ്ധിച്ച ദൈവഹിതത്താൽ അവകാശിയാകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് കീഴ്പ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെയും അറിഞ്ഞുമിരിക്കെ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നിങ്ങൾ പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നതെന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഭയപ്പെടുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ലീഗ എന്തുകൊണ്ടാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗലാത്യ ലേഖനമൊക്കെ, ബൈബിൾ എത്ര പേര് ഗലാത്യർക്ക് എഴുതിയ ഈ ലേഖനം വായിച്ചിട്ടുണ്ട്? എത്ര പേര് വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ട് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? എനിക്ക് ആ ഉത്തരവാണ് കിട്ടേണ്ടത്. ഒന്നും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്? നമ്മൾ പലപ്പോഴും ഈ സങ്കീർത്തനമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നീ കണ്ണുനീരോടിരിക്കുന്നു, ഞെരുക്കത്തിലിരിക്കുന്നു, നിലവിളിയോടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കൂടുതൽ ഈ സങ്കീർത്തനമൊക്കെ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കണ്ണുനീരും നിലവിളിയും പ്രയാസവും, യഹോവ എന്നെ രക്ഷിക്കണമേ, എന്നെ കാക്കണം, ഇതൊക്കെ നമ്മൾ ഓർക്കും. നമ്മൾ ചിട്ടി പൈസയ്ക്ക് വേണ്ടി ഭാരപ്പെടുന്നു, രോഗത്താൽ ഭാരപ്പെടുന്നു, പല പ്രയാസത്തിലിരിക്കുന്നു. അപ്പോൾ ഇതുമൊക്കെ ആയിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ് കൂടുതലും സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ നിലവിളിക്കാറുണ്ട്, അവരും നിലവിളിക്കാറുണ്ട്, നമ്മളും പലപ്പോഴും കുരുക്കിലാകപ്പെടാറുണ്ട്, അവരും കുരുക്കിൻ്റെ അകത്ത് അകപ്പെട്ടുള്ള നിലവിളി അവിടെ കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മളിത് വായിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും നമുക്കിഷ്ടം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ. അതിൻ്റെ കാരണം നമ്മൾ നിലവിളിക്കുന്നവരാ. പക്ഷേ ഈ ലേഖനങ്ങളിലേക്ക് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഗലാത്യ ലേഖനം, റോമൻ ലേഖനം, ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം, ഇതൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര കടുകട്ടിയ വാക്കുകളായിട്ട് നമുക്ക് തോന്നും. കാര്യം നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രത്യേകിച്ച് പുതിയ നിയമ പുസ്തകം നിങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു താല്പര്യം തോന്നാത്തതിൻ്റെ കാരണം അവിടെ ഒരു സ്ഥലത്ത് പോലും നമ്മുടെ ഒരു മിടുക്കോ കഴിവോ പ്രാപ്തിയോ അവിടെ ആവശ്യം വരുന്നില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ലീഗ ഗലാത്യ സഭയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ കാരണം? നമ്മൾ 3-ാം അധ്യായം മുതൽ വായിച്ചായിരുന്നു. അവർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷം, ഇപ്പം നിങ്ങളെപ്പോലെ യേശുവിനെ വിശ്വസിച്ച് കർത്താവിൽ ജീവിക്കുന്ന സമയത്ത്
യഹൂദൻ്റെ പ്രമാണം, അതായത് പണ്ട് മോശ മുഖാന്തരം പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന കൽപ്പനകളുണ്ട്. 1200 ഉപകൽപ്പനകൾ ചേർന്നുള്ള 10 കൽപ്പനകളും ഉപകൽപ്പനകളും ചേർന്ന വലിയൊരു നിയമം അവർക്ക് ദൈവം കൊടുത്തായിരുന്നു. ഇത് കേട്ടനുസരിച്ചാൽ എന്നൊക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ യാഗമൃഗത്തെയൊക്കെ ആയിട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. യാഗമൃഗത്തെ അറക്കുന്നു, അതിൻ്റെ രക്തം തളിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതായത് പള്ളിയിൽ വരുന്നവൻ പശുവിനെ ആടിനെയൊക്കെ ആയിട്ട് വരേണ്ടി വരും, ആടുമാടുകളെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നവനെ യാഗമർപ്പിക്കും. ഇങ്ങനെ കുറേ കാലം നടന്ന് അവസാനം മനസ്സിൽ ഇതെല്ലാം ക്രിസ്തുവിന് നിഴലാണ്. ഈ ആടിനെ യാഗമർപ്പിക്കുമ്പോൾ ഇത് വരാൻ പോകുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് നിഴലാണ്, അല്ല പൊരുളാണ്. ഈ കാണുന്ന ഈ കാഴ്ചകൾ മൊത്തം യേശുക്രിസ്തുവിൻ്റെ നിഴലും യേശുക്രിസ്തു പൊരുളുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ നോക്കി സ്നാപക യോഹന്നാൻ വിളിച്ചു പറയും, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയാൻ കാര്യം. കുഞ്ഞാട് എന്ന് പറയാൻ കാരണം യാഗമൃഗത്തെയാണ് യേശുവിനെ കാണിക്കുന്നത്. അപ്പോൾ യാഗമൃഗമായിട്ട് പഴയ നിയമം മുതൽ യേശു വരുന്നതിന് മുൻകൂറായിട്ട് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒരു ബലി നടക്കും. അത് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തെ കാണിക്കാൻ വേണ്ടിയാണ് പഴയ നിയമം മുതലേ ഇതിൻ്റെ നിഴൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യഹൂദനോട് പറഞ്ഞു, കൽപ്പനകൾ മൊത്തം അനുസരിച്ചാൽ നീ ഒരു അനുഗ്രഹമായി തീരും. എന്തിനാ ഈ കൽപ്പന കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വായിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകണം നീ പാപിയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ ഓർക്കും ഞാൻ വലിയ പുള്ളിയാണ്. മനുഷ്യൻ പാപിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും അവിടെ എഴുതി വെച്ച് ഇവിടെ നോ പാർക്കിംഗ്, അവിടെ നിങ്ങൾ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു, നിങ്ങൾ ആ ബോർഡ് കണ്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോകാൻ ഇടയായി തീർന്നു. അവിടെ പോകാൻ ഇടയായി തീർന്ന് എന്താ പറയുന്നത്, ഞാൻ തിരിച്ചു വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊരു പെറ്റി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ നോട്ടീസാണ്, 14 ദിവസത്തിനുള്ളിൽ ഇത്ര രൂപ അടച്ചില്ലെങ്കിൽ കേസാവും. നോക്കുമ്പോൾ എന്തുവാ, ഞാൻ ശരിക്കും പറഞ്ഞാൽ നോ പാർക്കിംഗ് എന്നുള്ള ബോർഡ് കണ്ടില്ല. ഞാനത് കണ്ടില്ല, പക്ഷേ അവിടെ നോ പാർക്കിംഗ് ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ഞാനത് കാണാത്തത് കൊണ്ട് ഞാനവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ അവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, ഞാൻ പേ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് പൈസയുടെ ചില്ലറ പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതിൻ്റെ പിഴയെന്ന് പറഞ്ഞാൽ വൻ തുക എനിക്ക് വന്നു, ഞാനത് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവർക്ക് മേലെ അയച്ചു, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തിരിച്ചു, അവർക്ക് റെസ്പോണ്ട് ഇങ്ങനെ, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമം അവർക്ക് മാറ്റാൻ കഴിയത്തില്ല. നമ്മളത് അന്വേഷിക്കണം, അവിടെ പാർക്കിംഗ് ഫെസിലിറ്റി അവിടെ ഉള്ളതാണോ അതോ പേ ചെയ്യണോ, അതെൻ്റെ കുറ്റമാണ്, ഞാൻ കണ്ടില്ല എന്നുള്ളത് കുഴപ്പമില്ല. അപ്പോൾ ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ, കൽപ്പന എന്ന് പറഞ്ഞാൽ, ഞാൻ പാപം ചെയ്തെന്ന് അല്ലെങ്കിൽ ഞാനൊരു പാപിയാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എന്നെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ന്യായപ്രമാണം. ഇത് മൊത്തം അനുസരിച്ചാൽ നീ ആരായിത്തീരും, നീതിമാനാകും. മനുഷ്യൻ തലകുത്തി മറിഞ്ഞു നോക്കി. 10 കൽപ്പന കടപ്പാടം പറയാൻ ആരെങ്കിലും ഉണ്ടോ? അതിൻ്റെ അകത്ത് നമുക്കറിയാം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാക്കരുത്, സ്വർഗത്തിലോ ഭൂമിയിലോ യാതൊന്നിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി. ഇപ്പോഴും ആൾക്കാർ വിഗ്രഹാരാധന നടക്കുന്നുണ്ടല്ലേ. 1-ാമത്തെ കൽപ്പന ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് മോഹിക്കരുത്, കൊലപാതകം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇങ്ങനെ കുറേ കൽപ്പനകൾ, 10 കൽപ്പന മാത്രമല്ല, ഇങ്ങനെ ഉപകൽപ്പനകൾ ചേർന്ന് 1200ഓളം കൽപ്പനകൾ അവർക്ക് കൊടുത്തു. ഇത് മൊത്തം കൊടുത്തിട്ടും മനുഷ്യൻ നേരെയാകുന്നില്ല. അവസാനം മനുഷ്യൻ തോറ്റു തുന്നം പാടിയപ്പോൾ ബൈബിൾ പറയുന്നു, യേശു ഭൂമിയിലേക്ക് വന്നു. കർത്താവ് വന്നിട്ട് ഈ സകല പ്രമാണങ്ങളും യേശു നിവർത്തിച്ചു. ശ്രദ്ധിച്ചോണം, കർത്താവ് ഭൂമിയിൽ ജനിച്ചിട്ട് ഒരു മനുഷ്യൻ, നിങ്ങളും ഞാനും, ഈ 1200 കൽപ്പനയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെയും യേശു ക്രിസ്തു വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, ഒരു വള്ളിയോ പുള്ളിയോ യേശു തെറ്റിച്ചില്ല. യേശു പറയുന്നുണ്ടല്ലോ, ഞാനിത് വള്ളി ഇത് പൊളിക്കാൻ വന്നതല്ല, ഞാനിത് നീക്കം ചെയ്യാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നിരിക്കുന്ന ആളാ. കർത്താവ് ഇത് മൊത്തം അനുസരിച്ചു. ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? എനിക്ക് വേണ്ടി. ഈ സകല കൽപ്പനകളും യേശു അനുസരിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ പറയത്തില്ല, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് 7-ാം ക്ലാസ്സിലെ പുസ്തകം മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ ജയിച്ചാൽ അവൻ 8ലേക്ക് പോകും. പിന്നെ അവന് 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഇനി ഞാനൊരു പുതിയ നിയമം തരാൻ വേണ്ടി പോകും. അതിൻ്റെ അർത്ഥം എന്തുവാ? പഴയ പുസ്തകം ഇനി വേണ്ട. അതിൻ്റെ അർത്ഥം ബൈബിൾ പഴയ നിയമം വേണ്ടെന്നല്ല. ഞാൻ വീണ്ടും പറയുന്നത്, ന്യായപ്രമാണം, കൽപ്പനകൾ, പുസ്തകം വേറെ, നിയമം വേറെ. ചെറിയ ചിന്തിക്കാറുണ്ട്, പഴയ നിയമം വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പഴയ പുസ്തകം ബൈബിൾ വേണ്ടെന്നുള്ളതല്ല, പഴയ കൽപ്പനയെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഇത് മൊത്തം നിവർത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ആരെങ്കിലും ആടിനെയും കാളനെയായിട്ട് ആരെങ്കിലും ചർച്ചയിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ പോകുമ്പം ആടിനെയും മൃഗത്തെയായിട്ട് പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിൻ്റെ കാരണം, ഇനി നിങ്ങൾ അതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആ നിയമത്തെ യേശു ക്രിസ്തു കംപ്ലീറ്റ്, അതായത് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് 8ലോട്ട് കയറുമ്പോൾ ഇനി 7-ാം ക്ലാസ്സിലെ പുസ്തകം വേണ്ട, പുതിയ പുസ്തകമാണ്. ഇതുകൊണ്ടാണ് ന്യായപ്രമാണം കഴിഞ്ഞു.
എന്നിട്ട് പുതിയ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ് പുതിയ നിയമം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിയമങ്ങളുണ്ട് പുതിയ നിയമത്തിൽ. ഇത് പൗലോസ് ലീഗ അവരെ പഠിപ്പിച്ച് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടന്നപ്പോൾ ഗലാത്യ സഭക്കാർ എന്ത് ചെയ്ത്, കുറേ കഴിഞ്ഞപ്പോൾ യഹൂദനിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാർ, കൺവേർട്ട് ചെയ്ത് യേശുവിലേക്ക് വന്ന ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, ഈ പൗലോസ് പ്രസംഗിക്കുന്നൊന്നും പോരാ, ഇതും കൂടെ വേണം, മോശ പഠിപ്പിച്ച ന്യായപ്രമാണം കൂടെ വേണമെന്ന് ഇവർ 1200 കൽപ്പനകൾ ഇവരെ അങ്ങ് പഠിപ്പിച്ചു. ഇവർ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ, നിങ്ങൾ ആ വചനം നോക്കി, ഇതെല്ലാം പഴയ നിയമത്തിലെ പോലെ പ്രമാണിക്കാൻ തുടങ്ങി. നോക്കി, ഇങ്ങനെ പ്രമാണിച്ച് നടന്നപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയോ ഗലാത്യ ലേഖനം എങ്ങനെയാണെന്നുള്ളത്? നമുക്കിത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മനസ്സിലാകാത്ത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിനാണ് 2 പുസ്തകങ്ങൾ, പഴയ നിയമവും പുതിയ നിയമവും? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വചനങ്ങൾ വായിച്ചിട്ട് ഇതിനെ ധ്യാനിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ലേവ്യ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാകത്തില്ല. സംഖ്യാപുസ്തകവും ലേവ്യ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനെ ദൈവം മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. നീ തെറ്റുകാരനാണ്, നീ അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയായിരുന്നു ന്യായപ്രമാണം. പക്ഷെ നടന്നില്ല. യേശുക്രിസ്തു വന്ന് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ പുസ്തകം തന്നു. അതായത് ഞാൻ ചെയ്യേണ്ട സകല 1200 കൽപ്പനകളും, ഞാൻ അനുസരിക്കേണ്ട കൽപ്പനകളും, എൻ്റെ പാപം നിമിത്തം നടക്കേണ്ട പാപപരിഹാര യാഗവും, ഇത് രണ്ടും യേശു ഏറ്റെടുത്തു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇന്ന് നിനക്ക് പുതിയ നിയമം തരാൻ വേണ്ടി പോവാണ്. ഈ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത, ഈ പുതിയ നിയമത്തിൽ കർത്താവ് എന്നെ ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ല. കർത്താവ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ ദൈവം മക്കളാക്കി. നോക്കി, ഈ വചനം നോക്കിയേ. ഇനി നിങ്ങൾ ഈ വചനം നോക്കി, അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ട. നോക്കി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താ ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ, 1200 കൽപ്പന, അതിനകത്ത് 10 കൽപ്പനയുണ്ട്. ഇതിൻ്റെ കീഴിലല്ല നമ്മൾ. അതിൻ്റെ അർത്ഥം നിങ്ങളിനി യാഗമൃഗത്തെ പോകേണ്ട, ഹനനയാഗമില്ല, ഹോമയാഗമില്ല, ഒരു യാഗവുമില്ല, ഒരു പെരുന്നാളോ വാവോ ഒന്നുമില്ല. നിങ്ങൾ ക്രിസ്തുവിലേക്ക് വാ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, പുത്രനായി കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, ബ്രദറെ ഈ നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് ശരിയോ തെറ്റോ എന്ന് എല്ലാവരും ചോദിക്കും. നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് ശരിയോ തെറ്റോ? തെറ്റെന്ന് തന്നെ ഞാൻ പറയാം. എന്തിനാണ് നേർച്ച നിങ്ങൾ കൊടുക്കുന്നത്? ഒറ്റ വാക്കി പറയണേ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്തിനാണ് ഈ നേർച്ച കാഴ്ച കൊടുക്കുന്നത്? പറ. അപ്പോൾ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് നേർച്ച കാഴ്ചകളെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബൈബിളിൽ ബ്രദറെ പറഞ്ഞു നേർച്ച നേർന്നാൽ ചെയ്യണമെന്ന് ബൈബിളിലൊരു വാക്യം ഉണ്ടല്ലോ, പഴയ നിയമത്തിലുണ്ടല്ലോ. നേർച്ച നേർന്നാൽ അത് നിവർത്തിക്കണമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. പണ്ട് ചോദിച്ചതാണ്. നമ്മൾ ഈ വചനം ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് 6-7 വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ചോദിക്കും, ഇത് പറയുമ്പോൾ ബ്രദർ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ ബൈബിളുണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ നിങ്ങൾ പാപത്തിലും ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ, ദൈവത്തിൻ്റെ പ്രസാദം വേണോ, നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേർച്ച കാഴ്ചകൾ ബൈബിളിൽ പറയുന്നത് പോലെ കൊടുക്കണം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നും നേർച്ചകളെ പറ്റിയോ കാഴ്ചകളെ പറ്റിയോ ഒന്നും വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. എന്നിട്ട് പറയാണ്, ഇനി നീ ദാസനല്ല പുത്രനെങ്കിലും അവകാശിയാകുന്നു. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അവകാശം കിട്ടാൻ വേണ്ടി നിങ്ങൾ നേർച്ചയും കാഴ്ചയും കൊടുക്കണോ? പറ. കേട്ടെ, ഇവിടെ അവകാശിയാകുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അവകാശിയാകുന്നു. അവകാശം കിട്ടാൻ വേണ്ടി നിൽക്കുന്നവരല്ല, അവകാശിയാകുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വീട് എൻ്റെ അവകാശമാണ്. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ആ വീട് എൻ്റെ അവകാശമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇനി ആ വീട് എനിക്ക് അവകാശം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ പിതാവിന് 10 ലക്ഷമോ 2 ലക്ഷമോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ അതിൻ്റെ അവകാശിയാണ്. അപ്പോൾ ഇത് പറയുമ്പോഴെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ബ്രദറെ എനിക്കിത് പിടികിട്ടുന്നില്ല, ഞാൻ അവകാശിയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കാണുന്നില്ല? അവകാശിയുടെ ജീവിതത്തിൽ ഇതൊന്നും കാണാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയാകുന്നു എങ്കിലും നിങ്ങൾ ശിശുക്കളായതുകൊണ്ടാണ്.
ഇപ്പം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, 2 വയസ്സുള്ള കൊച്ചുണ്ട്. ആ വീടിൻ്റെ ഏക സന്തതിയാണ്, ഒറ്റ കുഞ്ഞുള്ളൂ നിങ്ങൾക്ക്, ഇഷ്ടംപോലെ സ്വത്ത് നിങ്ങൾക്കുണ്ട്, ഒറ്റ കൊച്ചേ ഉള്ളൂ. ആ കൊച്ചിങ്ങനെ 1 വയസ്സുള്ള കൊച്ച്, 2 വയസ്സുള്ള കൊച്ച് ഇങ്ങനെ കിടന്ന് അതിലെല്ലാം ഓടിച്ചാടി എല്ലാം നടക്കുക. ഈ കൊച്ചിനോട് വന്നിട്ട് പറയാം, എനിക്കിതേ 100 കോടിയുടെ സ്വത്തിന് നീ അവകാശിയാന്ന് പറഞ്ഞാൽ കൊച്ചു ചിരിക്കും. അതിൻ്റെ കാരണം ആ 2 വയസ്സുള്ള കൊച്ചിന് 100 കോടി എന്നാന്ന് അറിയത്തില്ല. ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ മുറിക്കകത്ത് കിടന്ന് വട്ടം കറങ്ങുക, നിലത്തിടക്കുന്ന എന്തെങ്കിലും പെറുക്കി തിന്നുക, ഇതല്ലാതെ കൊച്ചിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ല. ഇവൻ അവകാശിയാണെന്ന് ഇവൻ അറിയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവൻ ആയിട്ടില്ല. ഇവൻ അവകാശിയാണ്, പക്ഷെ ഇവൻ എന്താണ് അവകാശമെന്നുള്ള തിരിച്ചറിവ് വന്നിട്ടില്ല. നമ്മൾ ക്രിസ്തുവിലായി, യേശുവിനെ അറിഞ്ഞു, ക്രിസ്തുവിലേക്ക് വന്നു. പക്ഷേ ഇവിടെ വന്നു എങ്കിലും നമുക്ക് എന്തില്ല, ഇപ്പോഴും നമ്മൾ ശിശുവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ യേശുവിലേക്ക് വന്നു, ഞാൻ 2 വയസ്സുള്ളൊരു കൊച്ചാന്നിരിക്കട്ടെ, 100 കോടി എൻ്റെ അപ്പൻ്റെ സ്വത്തുണ്ട്. പക്ഷേ ഈ 100 കോടി എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും അതെടുത്ത് വായി വെക്കുക എന്നുള്ളതല്ലാതെ, അതിങ്ങനെ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ എന്ത് കൊടുത്താലും അതെടുത്ത് വായിലോട്ട് വെക്കും അല്ലേ. 100 കോടി രൂപ കൊണ്ടൊന്ന് മുമ്പിൽ വെച്ചാൽ അതെടുത്ത് വായി വെക്കും, അത് ചിലപ്പോൾ തുപ്പിക്കളയും, അതത് വെള്ളത്തിൽ മുക്കും, ചിലപ്പോൾ കീറിക്കളയും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 100 കോടിക്ക് അവകാശിയാണെങ്കിലും ആ അവകാശത്തെ തിരിച്ചറിയുവാനുള്ള കപ്പാസിറ്റി അവനില്ല. ഇവിടെ വചനം പറയും, നീ ദാസനല്ല പുത്രനെങ്കിലും നീ അവകാശിയാകുന്നു. ഈ അവകാശി എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? അവകാശി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സ്വത്തുണ്ടോ അതിന് മുഴുവനും ഉടമസ്ഥനാണ് നിങ്ങൾ. അതായത് ദൈവവചനത്തിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് യേശുക്രിസ്തുവിലായിരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തി കർത്താവായി സ്വീകരിച്ച മകനും മകളുമാണെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ബൈബിളിൽ എന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങൾക്ക് സ്വന്തം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എല്ലാ വചനത്തിൻ്റെ അനുഗ്രഹങ്ങളും എനിക്ക് സ്വന്തമാണെന്ന് പറ. ആമേൻ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലയിടങ്ങൾ, നിങ്ങളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അവിടെ കൂടുതലും നമ്മൾ കേൾക്കുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഒരു വചനം വായിക്കുന്നു, നിങ്ങളൊരു പ്രശ്നത്തിലാണ്, ഞാൻ സഹോദരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങൾ കരഞ്ഞു കൂടിയായിരിക്കും അവിടെ വരുന്നത്. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എത്ര ആശ്വാസവാക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. നിങ്ങൾ വിഷമത്തിലിരിക്കുക, നിങ്ങൾ ദുഃഖിച്ചിരിക്കുക. അപ്പം നിങ്ങളെ എൻകറേജ് ചെയ്യുക, സഹോദരി സാരമില്ല, കർത്താവ് മാറ്റും. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്നില്ല. ഒരു കൊച്ചു കരയുമ്പോൾ, 2 വയസ്സുള്ള കൊച്ചു കരയുമ്പോൾ ആ കൊച്ചിനെ നമ്മൾ ആശ്വസിപ്പിക്കുന്നത് പോലെ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് കൂടുതലും എനിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് മുഴുവനും ആശ്വാസങ്ങളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? എപ്പോഴും നമ്മൾ കരയുന്നു, നമ്മളെ കർത്താവ് സാരമില്ല, ഇതെല്ലാം ദൈവം മാറ്റും, സാരമില്ല, ഇതെല്ലാം ദൈവം മാറ്റും. ഇതിങ്ങനെ കേട്ട് നമുക്കിപ്പോൾ ഇത് മതി. ഇത് കേൾക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്യുവാണ്? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഇത് മതി, നമുക്ക് ഇതുകൊണ്ട് നമ്മൾ തൃപ്തനാകുക. എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കരയുന്നു, നമ്മളെ സമാധാനിപ്പിക്കുന്നു, നമ്മളെ ആശ്വസിപ്പിക്കുന്നു, നമ്മളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവകാശത്തിലേക്ക് വരുന്നില്ല. അവകാശത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാകണം. എബ്രായ ലേഖനത്തിൽ വാക്യമുണ്ട്, വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് നിങ്ങൾ വളരണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നീ ദാസനല്ല ദൈവഹിതത്താൽ പുത്രൻ. അപ്പം ദൈവഹിതത്താൽ ഞാൻ അവകാശിയാ. എന്തായിരുന്നു ദൈവത്തിൻ്റെ ഹിതം? ഒന്ന് പറയാമോ? ദൈവത്തിൻ്റെ ഹിതം എന്താ? ദൈവഹിതത്താലാണ് ഞാൻ അവകാശിയായത്. എന്തായിരിക്കും ദൈവത്തിൻ്റെ ഹിതം? ദൈവത്തിൻ്റെ ഹിതം എന്തായിരിക്കും? മ്യൂട്ട് മാറ്റിയില്ല ഞാൻ. എങ്ങനെ പുത്രനാവും? എങ്ങനെ പുത്രനാവും? എങ്ങനെ നിങ്ങൾ പുത്രനായി? അവിടെ തിരിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങൾ ദൈവഹിതത്താൽ, ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അങ്ങനെയാണ് നിങ്ങൾ അവകാശിയായത്. നിങ്ങൾ അവകാശിയാണ്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങൾ എന്ത് ആയിപ്പെട്ടു? നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെ അവകാശിയായത് എങ്ങനെയാണ്? നിങ്ങൾ യേശുക്രിസ്തുവിലൂടെ.
അതായത് കർത്താവ് നിങ്ങളുടെ പാപത്തെ ക്രൂശിൽ വഹിച്ചു. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ, അതാണ് ദൈവഹിതം. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കുന്നു? ദൈവഹിതത്താൽ നിങ്ങൾ അവകാശികളാവുന്നു. ആമേൻ. അപ്പോൾ ദൈവഹിതത്താൽ, ഞാൻ ഒരു വാക്യം നിങ്ങളെന്ന് കാണിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ശ്രദ്ധിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം, ഇവിടെ നിങ്ങൾ നോക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവൻ പ്രിയനാമിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപ, ഇവിടെ നോക്കി, ഈ വചനം നോക്കി, 4-ാം വാക്യമുള്ളത്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളവർ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ക്രിസ്തു മുഖാന്തരം. അപ്പം നമ്മളെ ദത്തെടുത്തിരിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചല്ലോ, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ദൈവഹിതം, ക്രിസ്തു മുഖാന്തരം എന്നെ ദത്തെടുത്തു. അതായത് ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം പുത്രനായി യേശുവിലൂടെ തെരഞ്ഞെടുത്തു. നമുക്കറിയാം, ഇപ്പം ഞാൻ ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ അവകാശിയാണ്. അപ്പോൾ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ദൈവത്താൽ എന്നെ ദത്തെടുക്കപ്പെട്ടു. അതായത് ദൈവരാജ്യത്തിലേക്ക് എന്നെ ദൈവം മകനായി തെരഞ്ഞെടുത്തു യേശു ക്രിസ്തു മുഖാന്തരം. ഇനി ഇങ്ങനെ തെരഞ്ഞെടുത്ത നിങ്ങൾ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്. നമ്മൾ തൊട്ട് മുകളിലത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാവേ. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇവിടെ ഈ വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോൾ ദൈവം നിങ്ങളെ അറിഞ്ഞു, ദൈവം നിങ്ങളെ വിശേഷാൽ ദൈവത്തെ അറിഞ്ഞുവിരിക്കെ നിങ്ങളിപ്പോഴും പഴയ ദരിദ്രവും ബലഹീനവുമായ ആദ്യപാട്, അതായത് ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? പുത്രൻ, അതായത് പഴയ നിയമത്തിലെ ആൾക്കാർ ദാസനായിട്ട് അവർ ക്രിസ്തുവിലേക്ക് എങ്ങനെയാണോ വരാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതേപോലെ എന്ത് ചെയ്യുകയാണ്, അവർ പിന്നെയും വരാൻ നിൽക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുവാണ്? ക്രിസ്തുവിലേക്ക് പിന്നെയും കയറി വരാൻ നോക്കുക. നിങ്ങൾ ക്രിസ്തുവിലാണ് എന്ന ബോധ്യത്തിൽ വേണം നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ, വളരാൻ. ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഈ 3-ാം അധ്യായം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുവിലൂടെ വിശ്വാസത്തെ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാവുന്നു. നോക്കണം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും ഈ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നിങ്ങൾ ബൈബിളിൽ നോക്കി, ഞാൻ പറഞ്ഞത് അപ്പം സ്നാനപ്പെടണോ വേണ്ടോ? നിങ്ങൾ പറ, സ്നാനപ്പെടണോ വേണ്ട? ഈ വചനം നോക്കി നിങ്ങൾ പറയും, ബ്രദർ സ്നാനപ്പെടാൻ നിർബന്ധിച്ചു എന്ന് പറയരുത്. നോക്കി, സ്നാനപ്പെടണോ? കണ്ടോ, ഇവിടെ ബൈബിള് പറയുകയാണ് ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും. അപ്പം ബൈബിൾ എന്ത് കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്? സ്നാനമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ സ്നാനമല്ല ഞാനിപ്പോൾ. നമ്മൾ പറയും കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങൾക്ക് സ്നാനമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വെള്ളത്തിൽ മുങ്ങി, സ്നാനം എന്ന് പറഞ്ഞാൽ കുളിക്കുക, മുഴുവനായി ശരീരം വെള്ളത്താൽ മൂടപ്പെടുക എന്നതിൻ്റെ അർത്ഥം. അപ്പം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് 29-ാം വാക്യം, ക്രിസ്തുവിലുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശി. ഇനി ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാഗ്ദത്തപ്രകാരം. അപ്പോൾ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ആധാരം. നിങ്ങൾ അവകാശിയാണെന്ന് കേട്ടാൽ മാത്രം പോരാ, നിങ്ങൾക്ക് എത്ര സ്വത്ത് വകകളുണ്ടോ, ഇതൊക്കെ വാഗ്ദാനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ ബൈബിൾ ഒരു വിശ്വാസിക്ക് ഒരാധാരമാണ്. നിങ്ങളുടെ ആധാരമാണ് ബൈബിൾ. ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് മുഴുവനും നിങ്ങൾ അവകാശിയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവകാശി സർമ്മത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. ഇവിടെ ഞാൻ പറഞ്ഞത് 2 വയസ്സുള്ള കൊച്ചിൻ്റെ അടുക്ക കൊണ്ടുവന്ന് 100 കോടി രൂപ കൊണ്ട് വെച്ചാലും അവൻ അത് ഉപയോഗിക്കാൻ കഴിവില്ലാത്തതിൻ്റെ കാരണം അവൻ ആ 2 വയസ്സിൻ്റെ വളർച്ചയ്ക്ക് ഈ 100 കോടി രൂപയെപ്പറ്റിയുള്ള അറിവില്ല അവന്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് അറിവില്ലായ്മയാണ് നമുക്ക് പലപ്പോഴും നമ്മളെ ക്രിസ്തുവിലുള്ള നന്മകൾക്ക് അവകാശങ്ങൾ അനുഭവിക്കാൻ കഴിയാത്തത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ മുൻകൂർ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം, എവിടെയൊക്കെയോ പ്രാർത്ഥനയ്ക്ക് പോയ ആൾക്കാരായിരിക്കാം. ഈ സ്ഥലത്ത് ഈ സൂമിൽ വന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊരു അനുഗ്രഹത്തെ കാണാൻ പറ്റിയോ? ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ?
അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ ഈ ഒരു കൂട്ടായ്മയിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കൂട്ടായ്മയിൽ കരഞ്ഞുകൊണ്ട് വരുന്ന ആൾക്ക് ആശ്വാസം കൊടുക്കുന്നില്ല. സഹോദരി സാരമില്ല, നിങ്ങൾ എത്ര കരഞ്ഞുകൊണ്ട് വന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും, ഞാനിവിടെ വിഷയത്തിൻ്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി വലിയ വലിയ കടുകെട്ടിയ വചനങ്ങളാണ് തന്നുകൊണ്ടിരുന്നത്. എനിക്കോ നിങ്ങൾക്കോ ദൈവം ഒരു ആശ്വാസം തരുന്നില്ല. പകരം നമ്മളെ കർത്താവ് വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് വളർത്തുന്നത്? എന്തിനു വേണ്ടിയാണെന്നറിയാവോ? വളർത്തുന്നത് കരയാൻ വേണ്ടിയല്ല, വളർത്തുന്നത് അവകാശത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പം കരഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, നമുക്ക് ലഭിക്കുന്ന പല കൂട്ടായ്മയിലും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, നിങ്ങൾ ക്ഷമിക്കണം, ഇവിടെ ബ്രദർ ഇരുന്നുകൊണ്ട് എല്ലാ കൂട്ടായ്മയും കുറ്റം പറയുന്നുള്ളതല്ല. നിങ്ങൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് നമ്മളെ ആശ്വസിപ്പിച്ചാൽ മതി. അല്ല, ആശ്വാസമല്ല വേണ്ടത്, എനിക്ക് അവകാശത്തെപ്പറ്റി ഒരറിവാണ് വേണ്ടത്. ഈ അറിവ് എങ്ങനെ പ്രാപിക്കാം? ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പുതിയ നിയമം വായിക്കാൻ മടിയെന്നറിയാവോ? പുതിയ നിയമം വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ഇവിടെയാണ് മുഴുവനും കിടക്കുന്നത്. ഈ ആധാരം മുഴുവൻ കിടക്കുന്നത് മുഴുവൻ പുതിയ നിയമത്തിലാണ്. ഇതിൻ്റെ മുഴുവൻ അവകാശങ്ങളും ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നുള്ള പ്രാക്ടിക്കൽ ലൈഫ് കിടക്കുന്നത് മുഴുവനും ഈ ലേഖനങ്ങളിലാണ്. ഇത് മനസ്സിലാകാതെ നിങ്ങൾക്കൊരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയുകയാണ്, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ശിശു, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ശിശുവിലാണ് കിടക്കുന്നത്. അപ്പോൾ ശിശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിശു കരഞ്ഞുകൊണ്ടിരിക്കും. ഇനി ശിശുവിൻ്റെ മറ്റൊരു ക്വാളിറ്റി ഉണ്ട്. കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോഴേക്കും, കുറച്ചും കൂടെ വളർച്ച നമുക്ക് എത്തിക്കഴിയുമ്പോഴേക്കും, ബൈബിളിലൊരു വാക്യമുണ്ട്, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ഞാൻ വളർന്ന ശേഷമോ. അപ്പോൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ശിശുവിനെ പോലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നമ്മൾ ഗലാത്യ ലേഖനത്തിൻ്റെ അകത്ത് 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിൽ വാക്യത്തിൽ പറഞ്ഞതുപോലെ, അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അവകാശിയാണ്. ഇവിടെ നോക്കിയ വാഗ്ദത്ത പ്രകാരം. അപ്പോൾ വാഗ്ദത്തങ്ങൾ നിങ്ങൾ ബൈബിള് വായിക്കുമ്പം നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ എഴുതപ്പെട്ടിരിക്കുന്ന വചനം എനിക്ക് വേണ്ടിയാണ്, എൻ്റേതാണ്, എന്നെപ്പറ്റിയാണ്, എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ അവകാശമായി വച്ചിരിക്കുന്ന വിൽപത്രമാണ് ഈ ബൈബിൾ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് യേശുവിലേക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിൽപത്രമാണ് ബൈബിൾ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി എപ്പോഴും ഞാൻ ഉദാഹരണം ഉപയോഗിക്കുവാണ്. അപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി രോഗം മാറ്റി തരണേന്ന് പ്രാർത്ഥിക്കരുത്, രോഗം സൗഖ്യമാകണേന്ന് പ്രാർത്ഥിക്കരുത്. പകരം സൗഖ്യം എൻ്റെ അവകാശമാണ്. വാഗ്ദത്ത പ്രകാരം, ആധാരപ്രകാരം സൗഖ്യം എൻ്റെ അവകാശമാണ്. രോഗമല്ല എൻ്റെ അവകാശം, സൗഖ്യമാണ്. ഈ വിൽപത്രപ്രകാരം ഞാൻ സൗഖ്യത്തിനും അത്ഭുതത്തിനും ഉയർച്ചയ്ക്കും നിത്യജീവനും നിത്യരക്ഷയ്ക്കും ദൈവസമാധാനത്തിനും സന്തോഷത്തിനും തലമുറയുടെ അനുഗ്രഹത്തിനും ഒക്കെയും ഞാൻ അവകാശിയാണ്. അപ്പം ഇത് നിങ്ങൾ പറയുമ്പോൾ, ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങൾ പറയുമ്പോൾ, ഇത് വചനമെന്ന വാക്യം ഒന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തിട്ടില്ല വാക്യം. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു വളരുവിൻ എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം ഒന്ന് വേഗത്തിലൊന്നെടുത്ത്, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി. അപ്പോൾ നമുക്ക് പലപ്പോഴും 1 പത്രോസ് 2:2, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. 1 പത്രോസ്. നമ്മുടെ കൂട്ടത്തിൽ ഓടിച്ചാടി വചനം എടുക്കുന്ന ആളുകളുള്ളതുകൊണ്ട് വലിയ സന്തോഷം. അതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ട് വരുന്നില്ല നിങ്ങൾ ചാടി വചനം എടുക്കുന്നത് കൊണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിലെ ആ വാക്യമാണെന്നൂടെ എടുത്തേ. ഓക്കെ, സോറി, ഈ വാക്യം തന്നെ, ശരി. ഇപ്പോൾ ജനിച്ച, നോക്കി 2-ാം വാക്യം, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് രക്ഷയ്ക്കായിട്ട് വളരണം. ഈ വാക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരണം.
അപ്പോൾ നിങ്ങൾ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? വചനമെന്ന ഭായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഇനി ഇത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഈ വചനമെന്ന പാലായ വചനം നമ്മൾ കുടിക്കുന്നത്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മളിപ്പം സാധാരണ പാലിനെ പറ്റി ഞാൻ പറയാം. സാധാരണ ഒരു കുപ്പിപ്പാൽ എടുത്തിട്ട് കൊച്ചിന് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വെള്ളം ചേർത്തോ വെള്ളം ചേർക്കാതെയോ മധുരം വിട്ടോ എങ്ങനെയോ ആയിക്കോട്ടെ, കൊച്ചിന് കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തോ, ഇത് കുടിക്കുമ്പോൾ കൊച്ചു വളരുകയാണ്, പോഷകമായിട്ട് ശരീരത്തിലേക്ക് വളർച്ച ഉണ്ടാകുകയാണ്. എങ്ങനെ ഇത് വളരുന്നത്? ഇതിൻ്റെ അകത്തുള്ള ഗുണങ്ങളെ ആ ശരീരം വലിച്ചെടുക്കുക, അല്ലേ? ഒരു പാല് കുടിച്ചിട്ട് ആ പാൽ അതേപോലെ അതിൻ്റെ വയറ്റിൽ നിന്ന് പോകുമല്ലോ. ആ പാല് ശരീരത്തിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണോ അതിൻ്റെ പോഷകമായിട്ട് അതിന് വേണ്ടത് മൊത്തം ശരീരം വലിച്ചെടുക്കും. നിങ്ങളൊരു വചനം കേട്ടിട്ട് ഈ വചനം നിങ്ങൾ പറയുക. ഇപ്പം ഉദാഹരണം പറയാം, കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഞാൻ അവകാശിയാണ്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ബ്രദറെ എനിക്ക് രോഗത്തിൻ്റെ ഓർത്ത്, ഞാൻ രോഗം എപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, എനിക്കൊരു മാറ്റം വരുന്നില്ല ബ്രദറെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? കുറച്ചും കൂടെ നിങ്ങളുടെ ശരീരത്തിൽ ഇതിൻ്റെ കട്ടിയേറിയത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ പാല് കുടിക്കണം. ചില പിള്ളേർ കണ്ടിട്ടില്ലേ, ചില പിള്ളേർ കൂടുതൽ ആഹാരം, പോഷകാഹാരം കൊടുക്കുന്നുണ്ടോ? എക്സ്ട്രാ പോഷകാഹാരം കൊടുക്കും. അതിൻ്റെ പോഷകത്തിൻ്റെ കുറവ് അവർക്കുണ്ട്, അല്ലേ? നമ്മൾ പറയത്തില്ലേ, പോഷകത്തിൻ്റെ കുറവ് അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ പാല്, മിനറൽസും ഒക്കെ നമ്മൾ കൊടുക്കും. ഇതേപോലെ തന്നെ ഈ നിങ്ങൾക്ക് ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ, ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് വചനം പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ എവിടെയൊക്കെയോ കുറച്ചും കൂടെ പോഷകത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ അത് ഭക്ഷിക്കണം. ചിലർക്ക് ഒറ്റയ്ക്ക് ഏറെടുത്ത് പതറെ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത സൗകര്യം പറഞ്ഞിട്ടില്ലേ, കാല് കുത്താൻ മേലാത്ത വേദനയായിരുന്നു, കാല് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു, പ്രാർത്ഥിച്ച അപ്പം തന്നെ കാല് കുത്താൻ പറ്റി, വേദന മാറി, സൗഖ്യം നടന്നു, അപ്പം തന്നെ നടന്നു. ചിലർക്ക് അപ്പം നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുറവല്ല കേട്ടോ, നിങ്ങളുടെ അകത്തോട്ട് കുറച്ചും കൂടെ ഈ വചനത്തിൻ്റെ പോഷകം കയറാനുണ്ട്. അപ്പോൾ ഇത് അകത്തോട്ട് ചെല്ലുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, 2 വയസ്സുള്ള കൊച്ച് ഒരു സമയത്ത് പാലിന് വേണ്ടി കരഞ്ഞുവെങ്കിൽ ആ 2 വയസ്സുള്ള കൊച്ച് 30 വയസ്സാകുമ്പം പാലിന് വേണ്ടി കരയുവോ ഇല്ലേ? നിങ്ങൾ പറ. ഇന്നേ വരെ 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ പാല് താന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കരയാറുണ്ടോ? ഇല്ല. അവൻ തന്നെ എടുത്ത് എന്ത് ചെയ്തു? തന്നെ എടുത്തിപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ചായ എടുത്തുകൊണ്ടെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ കുടിച്ചുകൊണ്ട്, ഞാൻ തന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങളോടിപ്പോൾ. പക്ഷേ 2 വയസ്സായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു? ചായ ഉണ്ടാക്കാനോ പാല് തിളപ്പിക്കാനോ കാപ്പിപ്പൊടി ഇടാനോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് വയസ്സ് 2 അല്ല, എനിക്ക് പ്രായം കൂടി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ വരെ ഒരാളിരിക്കുന്നത് ഫീഡ് ചെയ്ത് തന്നു, ഇപ്പം ഞാൻ തന്നെ എടുക്കാൻ പ്രാപ്തന. ഇതേ പ്രോസസ്സ് തന്നെയാണ്. നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. ഇത് കഴിച്ച് കഴിയുമ്പോൾ അകത്തോട്ട് പോഷകമായിട്ട് മാറും. ഇപ്പം എന്ത്, നിങ്ങളുടെ ബുദ്ധി വളരും, ചിന്ത വളരും. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങൾ മനസ്സിൽ ഇതെൻ്റെ അവകാശമാണ്. കഴിഞ്ഞിട്ടൊരു സഹോദരി പറഞ്ഞു കേട്ടില്ലെങ്കിൽ വലിയ ഇഷ്ടപ്പെട്ട ആ സാക്ഷ്യം, ഈ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവിടെ അത്ഭുതം നടന്നു. അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു, ആ രോഗത്തിൻ്റെ മേൽ പൂർണ്ണ സൗഖ്യം നടന്നു. അപ്പോൾ അവകാശം എന്നുള്ളത് വളർച്ചയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ മക്കളെങ്കിലോ നിങ്ങൾ ദൈവഹിതത്താൽ അവകാശിയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലുള്ള അത്ഭുതം നിങ്ങളുടെ ആവശ്യമല്ല, അവകാശമാണ്. എൻ്റെ കൂടെ പറഞ്ഞേ, എൻ്റെ അത്ഭുതം എൻ്റെ ആവശ്യമല്ല, അവകാശമാണ്. ആമേൻ. അപ്പം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം കരഞ്ഞുകൊണ്ടൊന്നും പ്രാർത്ഥിക്കരുത്. കരയുന്നതൊക്കെ ഓർത്താൽ മതി. 2 വയസ്സുള്ള കൊച്ചിനേക്കാളും കഷ്ടമാണെന്ന് ഓർത്താൽ മതി. അപ്പം അവകാശങ്ങൾക്ക് വേണ്ടി അത് ആ മനോഭാവത്തിൽ ഇതെൻ്റെ അവകാശമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഒരു ഫൈറ്റിംഗ് ആണ്. ഫൈറ്റ് ചെയ്തത് സാത്താനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അവകാശത്തെ അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. പേടിക്കണ്ട, ഇവിടെ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഞാൻ എന്താണ് ഈ ലോകത്തിൻ്റെ മല്ലുപിടുത്തം എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക, അല്ലെ പിന്നെ കൺഫ്യൂഷൻ വരും. ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് ഇപ്പം ഞാനിതെല്ലാം പറഞ്ഞ് നിങ്ങളിപ്പോൾ കേട്ടപ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നി. ഈ സൂം അങ്ങ് ഓഫ് ചെയ്ത് കണ്ണടച്ച് തുറക്കുമ്പോൾ അച്ചാൻ ചോദിക്കും നാളെ ചിട്ടി പൈസ എന്നാ എടുക്കും? കണ്ടോ, കൊച്ചു പറയും അമ്മ നാളത്തെ ഫീസ് എന്നാ എടുക്കും? അയൽവക്കത്തെ സഹോദരി ചോദിക്കും മറ്റേ വിഷയം എന്തായി, ഈ രോഗം എന്തായി? കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിന് പാരമ്പര്യമായിട്ട് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്. എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ആ ഹസ്ബൻഡിനും എന്ത് ചെയ്തു, വേദന വന്നു, കയ്യത്തണ്ടിൽ വേദന വന്നു, ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന് സഹോദരി എന്ത് ചെയ്തു, ആ ഹസ്ബൻഡിനെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ബൈബിൾ എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, ഈ വാക്തത്വം മുഴുവനും നമ്മുടെ അവകാശമാണ്.
എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞു, സ്വന്തം ഹസ്ബൻഡ് പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ്, നാട്ടുകാരും വീട്ടുകാരും അറിയുന്നവരെല്ലാം പറഞ്ഞു അപ്പനും അപ്പൂപ്പനും എല്ലാം ഷുഗറുണ്ട്, അതുകൊണ്ട് നിനക്ക് ഷുഗറാണ്, അതുകൊണ്ടാണ് ഈ വേദന കയ്യെ വരുന്നത്, തളർച്ച വരുന്നത്, ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ചുറ്റും നിൽക്കുന്ന അന്തരീക്ഷം മുഴുവനും എന്താണ്? നമ്മളെ ഈ കേട്ട വചനത്തിന് വിരോധമായി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഈ ആധാരത്തെപ്പറ്റി അറിവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അറിവുള്ളവൻ ഇതിനോട് ഇവിടെയാണ് നമുക്കുണ്ടാകുന്ന സ്ട്രഗിള്. ഇവിടെ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിവിടെ സപ്പോർട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ പ്രാർത്ഥന സഹായിയായിട്ടുള്ള വ്യക്തി ചിലപ്പോൾ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിശാചിൻ്റെ പോരാട്ടമാണ് സഹോദരി, ബന്ധനമാണ്, നിങ്ങളെ പേടിപ്പിച്ചു വിടും. അപ്പോൾ നിങ്ങളും തളർന്നു പോകും. അങ്ങനെയല്ല പറയണ്ട, നീ അവകാശിയാണെന്ന് പറഞ്ഞ് ബലപ്പെടുത്തണം. നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുമ്പം നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ക്രിസ്തുവിലെ മൈൻഡ് സെറ്റപ്പ് ആക്കി മാറ്റുകയാണ്. ഇവിടെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? കൺഫ്യൂഷനായി പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആലോചിക്കുക, ദൈവം വലിയ കൃപയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ദിവസവും ഈ 1 മണിക്കൂർ നിങ്ങളോട് ഏറ്റവും കുറഞ്ഞത് ദൈവകൃപയാൽ ഞാൻ വചനം സംസാരിക്കുന്നു. എല്ലാ ദിവസവും ആലോചിച്ച് നോക്കി, നമുക്കൊരു വിഷയം വേണം. എല്ലാ ദിവസവും നമുക്കൊരു വിഷയമാണ്. അപ്പം ഞാൻ ചിന്തിക്കുക, ഇത് ഒരു മുടക്കം കൂടാതെ, ഒന്നിപ്പോൾ സൂമിൽ ഇല്ലെങ്കിൽ പോലും യൂട്യൂബിലാണെങ്കിലും ദൈവം നടത്തുന്നുണ്ടല്ലോ. അതിന് ശേഷം അതിനിടയിലുള്ള സമയങ്ങളിലാണ്, അതിനിടയിൽ സംബന്ധിച്ച് എല്ലാ ദിവസവും അത് നടക്കുന്നുണ്ട്, ഇതും നടക്കുന്നുണ്ട് മുടങ്ങാതെ. എല്ലാ ദിവസവും നനച്ചു നോക്കി കർത്താവ് ഇത് നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ. അപ്പോൾ എല്ലാ ദിവസവും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് കിട്ടിയെന്നറിയാവോ? എനിക്ക് ക്രിസ്തുവിൽ എനിക്ക് വളരുവാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഇത് പറഞ്ഞു തരുമ്പോൾ ഞാനും വളരുകയാണ്. അപ്പോൾ ഞാൻ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു പകർച്ച മറ്റൊരു വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. അതെൻ്റെ കഴിവല്ല, ഇപ്പോഴും ഞാൻ പറയുന്നത് മിടുക്കല്ല. കാര്യം ഞാൻ എൻ്റെ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോഴും നിങ്ങളോട് ഞാനിത് എല്ലാ ദിവസവും പറയുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാവോ? എന്നോടൊരു വ്യക്തി സംസാരിക്കാൻ വന്നാലോ, എന്നോടൊരു വ്യക്തി ബന്ധപ്പെട്ടാലോ എൻ്റെ അകത്തുനിന്ന് ഒരു പകർച്ച ഉണ്ടാകുകയാണ്. അയാളുടെ മേലേക്കൊരു ബലവും ധൈര്യവും വിശ്വാസവും, അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, എല്ലാ ദിവസവും ഈ വചനവുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഈ വചനത്തിൻ്റെ ഒരു ശക്തി എൻ്റെ മേലേക്ക് വെളിപ്പെട്ടു. ഒന്നുകൂടെ ഞാൻ പറയാം, എനിക്ക് എല്ലാ ദിവസവും നിങ്ങളോട് വചനം പറയണമല്ലോ. ഞാനും പല അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത്. എനിക്കും പലപ്പോഴും സങ്കടം വരും, പ്രയാസം വരും, മനപ്രയാസം വരും. ഞാൻ ചിലപ്പം പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിൽക്കുന്നത് കൊണ്ട്, പല വ്യക്തികളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥനക്കാരൊന്നും അല്ലല്ലോ. എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും, ശാരീരികമായ ക്ഷീണങ്ങൾ വരും. പക്ഷേ എല്ലാ ദിവസവും ഈ വചനവും എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളോട് ഈ വചനം എല്ലാ ദിവസവും പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഒരു കൂട്ടുകാരനെ പോലെ വചനവുമായൊരു ബന്ധം വന്നപ്പോൾ വചനത്തിൻ്റെ ഒരു പകർച്ച എൻ്റെ മേൽ വന്നു. അതുകൊണ്ടൊരു ഗുണം എനിക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കുകയോ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കൈവെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ വചനത്തിലുള്ള പകർച്ചകൾ, ശക്തികൾ ആ വ്യക്തിയുടെ മേലേക്ക് കൈമാറ്റം ചെയ്യും. ചിലപ്പോൾ തകർന്നിരിക്കുന്നൊരു വ്യക്തിയായിരിക്കും, നിങ്ങളെക്കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ, തകർന്നിരിക്കുന്നൊരു വ്യക്തിയായിരിക്കും. നമ്മുടെ ഈ വചനവുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് ആ വ്യക്തിയുടെ മേൽ കൈവെക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ വലിയ മാറ്റം ഉണ്ടാവും, വലിയ പ്രവൃത്തിയിലേക്ക് ആ വ്യക്തി മാറും. കാര്യം എന്തെന്നറിയാവോ? ഞാൻ ഈ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ നിന്നും, എൻ്റെ വാക്കിൽ നിന്നും, എൻ്റെ പ്രവൃത്തിയിൽ നിന്നും, എൻ്റെ കൈവെപ്പുകളിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പറയത്തില്ലേ, ബ്രദറെ, ഞാനിപ്പോൾ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒത്തിരി പേരെ ഞാൻ ബലപ്പെടുത്തുക. ഒത്തിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അടുക്കലേക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ആൾക്കാരൊക്കെ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്? നിങ്ങൾക്കിലേക്ക് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇപ്പം ഓരോ കാര്യം പറഞ്ഞു വരുന്നത്? കാര്യം നിങ്ങളുടെ അകത്ത് ആ വളർച്ച ഉണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ എന്നോടത് പറഞ്ഞില്ല. സഹോദരി വലിയൊരു പ്രശ്നത്തിൻ്റെ അകത്ത് കടന്നു പോയി, ജോലി നഷ്ടപ്പെട്ടിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ സഹോദരി ഭയങ്കര മാനസികാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഈ വചനം പറയുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും, ഇപ്പോൾ എന്നോട് പറയാം, ബ്രദറെ ഒരു 10 മിനിറ്റ് ബ്രദറിനോട് സംസാരിക്കാൻ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ എല്ലാ ദിവസവും കൃപയാൽ ദൈവം അത് ചെയ്തതുകൊണ്ട് അത് വർക്കൗട്ടായി കിടക്കുന്നുണ്ട്. അതിപ്പോൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ അരമണിക്കൂറോ സംസാരിക്കാൻ പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ മനസ്സിലൊരു വചനം, ഞാൻ എപ്പോഴും ഒരു പ്രിപ്പറേഷൻ എൻ്റെ മനസ്സിലുണ്ട്. എപ്പോഴും ഒരു വചനം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയാം, ബ്രദറെ 5 മിനിറ്റ് സംസാരിക്കുന്നത് എപ്പോഴും എൻ്റെ ഉള്ളിൽ, ഞാൻ എല്ലാ ദിവസവും ഇത് ചെയ്തതുകൊണ്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും വചനത്തിൻ്റെതായിട്ടുള്ള ഒരു വെളിച്ചം കിടപ്പുണ്ട്, കൃപയാൽ.
അപ്പം ഞാൻ എന്നാൽ സഹോദരി തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇവർ പുള്ളിക്കാരി വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പോവുക. അന്ന് ഞാനാണ് അവിടെ സംസാരിക്കുന്നത്. വചനം ചെറിയ സമയമുള്ളൂ, 10-15 മിനിറ്റേ ഉള്ളൂ. ഞാൻ ആ വചനം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഴുവനും ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് ശേഷം ബ്രദറെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം തകർന്ന്, ജോലി എന്നെ ടെർമിനേറ്റ് ചെയ്തു, വല്ലാത്തൊരു മാനസികാവസ്ഥ ഇരിക്കുക. പക്ഷെ ആ ഒറ്റ വചനം എൻ്റെ സകല ഭയവും ഭാരവും വിട്ടുമാറി എൻ്റെ അകത്ത് ഭയങ്കര ഒരു ധൈര്യം എനിക്കുണ്ടായെന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച് ഒരു 10 മിനിറ്റേ സംസാരിച്ചുള്ളൂ, വചനത്തിൽ നിന്ന് ഞാൻ സംസാരിച്ചുള്ളൂ. 10 മിനിറ്റ് സംസാരിച്ചപ്പം ആ പുള്ളിക്കാരുടെ മനസ്സിലുള്ള ഭാരം, ഭയം എല്ലാം വിട്ടുപോയി. ഭയങ്കര സന്തോഷം. ദൈവം അതിലൂടെ ഒരു ആലോചനയും കൊടുത്തു. കർത്താവ് ഒരാലോചന പറഞ്ഞു, നിനക്ക് ഇന്നയാൾ, ഞാനൊരു ദൈവാത്മനെ കാണിച്ചതാണ്, ഒരു വ്യക്തി നിൻ്റെ ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തി നിൻ്റെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഒരു പേര് ദൈവാത്മ വെളിപ്പെടുത്തി. അതേപോലെ തന്നെ ആ മകൾക്ക് ജോലിക്ക് വേണ്ടിയുള്ള, ജോലി നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ്, അതേ രാജ്യത്ത് തന്നെ ദൈവം ആ ജോലി എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ദൈവം രണ്ടാമത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ആദ്യം സഹോദരി പറഞ്ഞത് അത് കേട്ടപ്പോൾ ഒരു ബലം. അപ്പം ഞാൻ ആരാ ആ സഹോദരിയെ ബലപ്പെടുത്താൻ? ഒരു രാജ്യത്ത് ജോലി ചെയ്യാമെന്ന ആളുടെ ജോലി ടെർമിനേറ്റ് ചെയ്ത് ജീവിതം നഷ്ടപ്പെട്ട് അടുത്ത മാസം വിവാഹം. എന്നാലും നോക്കി, ജനുവരി കല്യാണമാണ്, ഡിസംബർ 20-ാം തീയതി ജോലി നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും നിങ്ങൾ പറ? ഒരു പെൺകുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു, അടുത്ത മാസം കല്യാണമാണ്. അപ്പോൾ ആ മകളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അതിനോട് എന്ത് സംസാരിക്കണം നിങ്ങൾ പറ? ആത്മഹത്യയുടെ വക്കി ചിലപ്പോൾ നിൽക്കുമായിരിക്കും. കാര്യം എല്ലാം നഷ്ടപ്പെട്ടു. നാട്ടുകാരും വീട്ടുകാരും വെറുതെ വിടുവോ? ചിലപ്പോൾ കെട്ടാൻ പോകുന്ന ചെറുക്കം പോലും ആ ജോലി ഉള്ളതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വിദേശത്തൊരു ജോലി ഉള്ളതുകൊണ്ടായിരിക്കാം നോക്കിയത് പോലും. എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല, ഞാൻ ചിന്തിക്കുക കേട്ടോ, മനുഷ്യന് ചിന്തയായിരിക്കും. എങ്കിലും ഒരു ബലം ആ സഹോദരൻ എന്ന് പറഞ്ഞു, അതായത് ഒരു ബലം, എനിക്കറിയത്തില്ല, ഒരു ധൈര്യം. എൻ്റെ ധൈര്യം വല്ലതും ഉണ്ടോ? ഇല്ല. ഞാൻ അത്രയും പോലും ധൈര്യശാലിയൊന്നുമല്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളെപ്പോലെ കരയുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷേ നമ്മൾ ഈ വചനവുമായിട്ടൊരു ബന്ധം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മളൊരു വ്യക്തിയോട് സംസാരിച്ചാൽ ഒരു പകർച്ച ഉണ്ടാകും. ഇതാണ് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച ഏത് തകർന്നവനോട് നിങ്ങൾ സംസാരിച്ചാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഈ കൈവപ്പ് ശുശ്രൂഷകളിലൊക്കെ കൂടുതലും പ്രോത്സാഹിപ്പിക്കും. കാരണം എൻ്റെ കൈ നിങ്ങളെപ്പോലെ തന്നെ സാധാരണ കൈയാണ്. ചിലപ്പോൾ കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ കൊണ്ടായിരിക്കും നമ്മൾ വലിപ്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷേ എനിക്ക് ഉറപ്പാണ്, കൈ വെച്ചാൽ നിങ്ങളുടെ ചരിത്രം മാറിയിരിക്കും. അതെൻ്റെ മിടുക്കല്ല, ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ കൂടുതലും കൈവപ്പ് ശുശ്രൂഷകളിൽ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ആത്മപകർച്ചകളിൽ വിശ്വസിക്കുന്ന ആൾ, ഇമ്പാർട്ടേഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പ്രവചന വരം പകരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മേൽ കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് ആ കൃപാവരങ്ങൾ പകരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കാര്യം എൻ്റെ കഴിവല്ല ഇവിടെ വെളിപ്പെടുന്നത്. ഇതാണ് കർത്താവിൻ്റെ വചനവുമായിട്ട് നമുക്കൊരു ബന്ധം വന്നത്. ഇതിൽ എന്തെല്ലാം ഉണ്ടോ നിങ്ങളിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. ആ സഹോദരി ഇന്ന് ഞാൻ ആലോചിക്കുക, ദൈവമേ എനിക്ക് പിന്നെ ഞാൻ പലപ്പോഴും ഒരു തവണ രണ്ടാമത് ഞാൻ സഹോദരിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു, ബ്രദർ എനിക്കിപ്പോൾ ഒരു സങ്കടവും ഇല്ല, എനിക്കറിയത്തില്ല, ഇപ്പം മനസ്സിൻ്റെ അകത്ത് ഭയങ്കര സമാധാനം. ആ വചനങ്ങൾ, ആ വാക്കുകൾ ആ മകളെ ബലപ്പെടുത്തി. അതിൻ്റെ കാരണം നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ നിങ്ങൾ അനേകർക്കും നിങ്ങൾക്കും ഒരു അനുഗ്രഹം. പക്ഷെ നമുക്ക് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പച്ചവെള്ളമാണ് കിട്ടുന്നത്. പച്ചവെള്ളം കുടിച്ചാൽ എന്നാ, കരയുന്ന കൊച്ചിന് 2 വയസ്സുള്ള കൊച്ച് എല്ലാ ദിവസവും പച്ചവെള്ളം കുടിച്ചാൽ എന്നാ കിട്ടും പറ? പാല് കുടിക്കുന്നതാണോ നല്ലത്, പച്ചവെള്ളം കൊടുക്കുന്നതാണോ നല്ലത്? വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, പക്ഷേ കുടിച്ചുകൊണ്ട് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ പാല് കുടിക്കണം. ഇപ്പം നമുക്ക് പച്ചവെള്ളം കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ പിന്നെയും എന്തുകൊണ്ട് ക്ഷീണിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മുന്നോട്ട് പിന്നെയും കേൾക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നത്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ദൈവം അറിയാതെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാണ് വന്നത് ആർക്കറിയാം? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? ആരാ നിഖിൽ ബ്രദർ? ഏതാ നിഖിൽ ബ്രദർ? എൻ്റെ അഡ്രസ്സോ എൻ്റെ രൂപമോ ഞാൻ എങ്ങനെ ഇരിക്കുന്നോ ഞാൻ ആരാന്നോ പോലും നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ 3-4 വർഷമായിട്ട് ഒരു മുൻപരിചയമില്ലാത്ത നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം, എങ്ങനെ വന്നു ഇവിടെ? എന്തുകൊണ്ട് എല്ലാ ദിവസവും, എനിക്കറിയത്തില്ല ആർക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന്, എല്ലാ ദിവസവും കയറിയില്ലെങ്കിലൊരു വിഷമവും കയറാൻ ടെൻഡൻസി ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ.
അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ പോലും അറിയാതെ, ഞാൻ പോലും അറിയാതെ നമ്മൾ എവിടെയൊക്കെയോ വളർത്താൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, പോകുന്നവരൊക്കെ പോട്ടെ, എനിക്കൊരു സങ്കടമില്ല. കഴിഞ്ഞിടയും കുറേ പേര് ഗുഡ് ബൈ എന്നോട് പറഞ്ഞു പോയി. എനിക്കൊരു നമ്മുടെ പ്രാർത്ഥന തന്നെ കൂടുന്ന ആൾക്കാരാണ്. ഗുഡ് ബൈ പറഞ്ഞു. ഓക്കെ, എനിക്ക് ഒരു ഞാൻ അവരോട് ക്ഷണിക്കാനും പോകുന്നില്ല, നിർത്താനും പോകുന്നില്ല. നിങ്ങൾ എവിടെ വേണേലും പൊക്കൂ, ഇനി എന്നെ എവിടെ ചെയ്യേണ്ടാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചും പോകാൻ സ്വാഗതം. ഞാൻ പറഞ്ഞില്ല, എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോകാം. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് നിൽക്കുന്നവരോടാണ്. ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് സംസാരിക്കുള്ളത്. വന്നും പോയി നിൽക്കും. നമുക്കറിയാം, ഞാൻ 1000 പേരുടെ പ്ലാറ്റ്ഫോമാണ് ഇപ്പം നമ്മൾ തുറന്നിട്ടിരിക്കുന്നത്. ഈ ഒരു സൂം 1000 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഇന്ന് സൂമിലുണ്ട്. ഇപ്പം 1000 പേർക്കും സ്വാഗതമാണ്. ഇതിനകത്ത് വരാം, പോകാം, നിങ്ങളുടെ ഇഷ്ടം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇനി 1000 നിറഞ്ഞാൽ നമ്മൾ 3000 മേടിക്കും. 3000 നിറഞ്ഞ് ഇനി അതിൻ്റെ മുകളിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവം അത് പിന്നെയും മേടിപ്പിക്കും. എത്ര പേർക്ക് വേണമെങ്കിലും സ്വാഗതം. പക്ഷേ ഞാൻ എപ്പോഴും നോക്കുന്നത്, ഇതിൻ്റെ അകത്ത് കർത്താവിൽ സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. എനിക്ക് അവരുമായിട്ടാണ് ബന്ധം. അവരോട് ഞാൻ പറയുന്നു, നിങ്ങളോട് ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഒരു കാലത്തും, എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയും, ഇപ്പോൾ 2012 മുതൽ ഇത്ര വർഷം, 10-12 വർഷം മേളിലാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയാം ഞാൻ, കർത്താവ് നിങ്ങളെ വളർത്താൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും നിങ്ങളെ എന്ത് ചെയ്യാൻ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങൾ ഏത് അവസരം കടന്നു പോകുന്നേക്കോട്ടെ, നിങ്ങളെ കർത്താവ് അവിടെ ഉയർത്തിയിരിക്കും. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫെബ്രുവരിയിലെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ സമയത്ത് ശ്രദ്ധിച്ചോണം. ഈ സമയത്ത് ആരും ഇപ്പം ലെഫ്റ്റ് ചെയ്യരുത്. എനിക്കറിയാം സമയം മുന്നോട്ട് പോയി, സമയം ഇച്ചിരി കൂടിപ്പോയി, നിങ്ങൾക്ക് പോകേണ്ടവരോട് ഒന്ന് ഞാൻ ശ്രദ്ധിച്ചോട്ടെ. ഫെബ്രുവരി നടക്കാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരാളായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ കസേര ഇടാൻ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കസേര ഇടും. ഞാനിതൊന്നും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം, ഇതൊക്കെ അനുഗ്രഹത്തിൻ്റെ ഓരോ കാര്യങ്ങളാണ്. പൗലോസ് ലീഗ പറഞ്ഞ് തിന്നാലും കുടിച്ചാലും എല്ലാം കർത്താവിന് വേണ്ടിയാണ്. ഒരു കസേര ഇട്ടാൽ പോലും കർത്താവ് അതിന് പ്രതിഫലം തരും. തൂത്താൽ പോലും, അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇന്നും ചെയ്യാൻ റെഡിയാണ്, ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ അനുഗ്രഹത്തിനാണ്. അപ്പോൾ ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ അവിടെ വന്ന് എല്ലാ കാര്യവും ചാടി നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ല, നിങ്ങൾക്ക് അവിടെ വരാം. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നോട്ടീസ് കൊടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. ചിലർ പറഞ്ഞാൽ ഞാൻ നോട്ടീസ് കൊടുത്തോളാം. അപ്പം വർഗീസ് പറഞ്ഞിരുന്നു, DTP പോലെ എടുത്തുകൊണ്ട് വേണം, നമ്മുടെ നോട്ടീസിൻ്റെ പോസ്റ്റർ വേണം തരാം. 10 വീട്ടിൽ ബ്രദറെ ഞാനൊരു 10 പേർക്ക് കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ 20 പേർക്ക് കൊണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, കുറച്ച് പേരെ ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെ പറഞ്ഞവരുണ്ട്. ഞാൻ എല്ലാവരോടും പറയുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. അവിടെ സഹോദരന്മാരുണ്ട്, അവർ നിങ്ങളെ സഹായിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ബ്രദറെ എനിക്ക് 10 പേരെ ക്ഷണിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ ഓഡിറ്റോറിയങ്ങളും ഏകദേശം 500-നും 600-നും 700-നും ഒക്കെ കൊല്ലത്ത് എനിക്ക് പോകുന്നത് 750 പേരുടെ ഓഡിറ്റോറിയമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് പോകുന്നത് കോട്ടയത്ത് അതുപോലെ തന്നെ 1000 പേർ അടുത്ത് ഇരിക്കാൻ പറ്റുന്നൊരു ഓഡിറ്റോറിയമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് എനിക്ക് പോകുന്നത് 1000-600 പേരുടെ ഓഡിറ്റോറിയമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇനി എത്ര പേര് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആര് വന്നാലും ഞാനത് നീട്ടി അങ്ങ് എടുത്തിട്ടേക്കണം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വരാം. പക്ഷേ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടേ വിടത്തുള്ളൂ. എൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. അവിടെ പരിശുദ്ധാത്മാവ് തൊടും. കാര്യം വില കൊടുക്കുന്നവനെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. പിന്നെ രാജ്യങ്ങളിൽ നിന്ന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശില്ല ബ്രദറെ, ഞാൻ തന്നെ കട്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഞെരുങ്ങി ജീവിക്കാനാണോ നിങ്ങൾ നന്മ പ്രാപിക്കാൻ നടക്കുന്നവർ? കർത്താവിൻ്റെ നന്മ തുറക്കും. എനിക്ക് രാജ്യങ്ങളിൽ നിന്ന് വന്ന്, ഞാനിപ്പം ഈ രാജ്യത്ത് നിന്ന് 10 മണിക്കൂർ എടുത്ത് 11 മണിക്കൂർ എനിക്ക് വന്നെടുക്കും. ഞാൻ ആ മീറ്റിങ്ങിന് വേണ്ടി വരുന്നത് 11 മണിക്കൂർ യാത്ര ചെയ്ത് വരുന്നത്. തിരിച്ച് 8 ദിവസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പിന്നെയും വരും. കർത്താവ് തരും നന്മ. പ്രാർത്ഥിക്കണം. ഏത് രാജ്യത്തിൽ തന്നെ കേൾക്കുന്നുണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് രാജ്യങ്ങളിൽ ഞാൻ പോകാൻ വേണ്ടി പോലും ദൈവം നന്മ തുറക്കും. ദൈവം ഇതെല്ലാം ഞാൻ പറഞ്ഞത് പലരും സങ്കടം പോലെ പറഞ്ഞത് ഞാൻ അങ്ങ് പറഞ്ഞു വിടുവാണ്. നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. ഞെരുക്കത്തിൻ്റെ ദൈവമല്ല, അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നന്ദി കർത്താവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എൻ്റെ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ എന്നോട് കർത്താവ് പറയും, ഒരു ശ്രീധരൻ്റെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുക. ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്, ബന്ധുവല്ല, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് അയൽവക്കമൊന്നുമല്ല, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ സൂമിലോ
ലൈവിലോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ ആ അമ്മയുടെ അച്ഛൻ്റെ വിരൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുടുംബത്തിലുള്ള അതായത് ആ കുടുംബത്തിൽ നിൽക്കുന്ന ശ്രീധരൻ്റെ കുടുംബം എന്നാണ് പറഞ്ഞത്. ആ കുടുംബവുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ടത് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ സിസ്റ്റർ ഏതാ പറഞ്ഞത്? അമ്മയുടെ അച്ഛൻ അല്ലേ? ഓക്കെ. ഇന്ന് തന്നെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കർത്താവുണ്ട് പറയുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഈ കുടുംബത്തിൽ നിൽക്കുന്ന ആരാ? ശ്രീധരൻ്റെ കുടുംബത്തിൽ നിൽക്കുന്ന ആരാ? ഇപ്പം കുടുംബം വിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഞാൻ എന്നെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ ഈ ശ്രീധരനുമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മൊത്തം കാണുന്ന ഒരു സ്ഥല സംബന്ധമായിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വാദമെന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ടുള്ള വാദമല്ലായിരുന്നു. കുറേ നാളുകളായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ അകത്ത് ചുറ്റുവട്ടമുള്ള പല ആൾക്കാരും ഉയർന്ന നിലയിലേക്ക് പോകുമ്പോഴും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും ഓരോരോ വിഷയങ്ങൾക്കകത്ത് ഇങ്ങനെ കിടക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് ആ തലമുറകളിലേക്ക് പകരപ്പെട്ടു വന്നത് മുഴുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് തന്നെ വിട്ട് ഒഴിയട്ടെ. ഞാൻ കാണുന്നൊരു കാഴ്ച സിസ്റ്ററെ, ഒരു തെങ്ങ് നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ആ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേകതയായിട്ട് ഒരു തെങ്ങ് നിൽക്കുന്നൊരു കാഴ്ച ഞാൻ കാണുന്നത്. അതുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു കുറേ കാലം മുമ്പുള്ള കേട്ടോ മണ്ണുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നം കടന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലോട്ടൊന്നും പോണില്ല. കാര്യം നമുക്കത് ഞാൻ പറഞ്ഞു നിങ്ങളെ അതിലേക്ക് ഞാൻ കൂടുതൽ പഴയ പാരമ്പര്യത്തിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല കാഴ്ചകൾ അതിനകത്തുണ്ട്. ആ തടസ്സത്തെ മുഴുവൻ ഇന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ആ തെങ്ങ് നിൽക്കുന്നത് അതിരിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ അകത്താണ് ആ സ്പേസ്, ആ സ്ഥലം നിന്നത്. ഇപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഒരവകാശവാദത്തിനും ദൈവത്തെ വിളിക്കുന്നവൻ്റെ നന്മയ്ക്ക് കുറവ് വരുത്തുവാൻ കഴിയത്തില്ല. ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം അത് ഏറ്റെടുത്തോണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? അത് ഏറ്റെടുത്തോണം കർത്താവ്. അത് വലിയൊരു സാക്ഷ്യമായിട്ട് മാറ്റും. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകുന്നല്ലോ. എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. തകർച്ചകളെ മാറ്റുന്നൊരു ദൈവം ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു വ്യക്തിയെ കാണിക്കാം. 1983 ഏപ്രിൽ മാസം 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഒന്ന് തൊടുകയാണ്. ഡേറ്റ് ശ്രദ്ധിച്ചോണം. 1983 ഏപ്രിൽ 12-ന് ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുകയാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇങ്ങനൊരു വാക്ക് ദൈവനോട് പറയുകയാണ്. ശൂന്യമായ അവസ്ഥയ്ക്കകത്തു നിന്നും നിറവിൻ്റെ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇവിടെ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവം ഇന്നൊരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഈ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. അടയാളത്തോടുകൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാ ശൂന്യതകളും ഇന്ന് മാറട്ടെ. എല്ലാ ശൂന്യതകളും ഇന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ ഈ നന്ദന എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ വെളിപ്പെടുത്തുക. നന്ദന എന്ന് പറയുന്ന ഒരു പേര് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ഓഡിയോ കട്ടായി പോയിരുന്നേ. ഇപ്പോൾ കേൾക്കാമല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് ഇവിടുന്ന് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം വന്നാണ്, ഇടയ്ക്ക് നെറ്റ് കട്ടായിപ്പോയി. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങ് ചെയ്യുന്നല്ലോ. വലിയ കാര്യങ്ങളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് ഈ നെറ്റ്വർക്കിൻ്റെ മൊത്തം എനിക്കൊന്ന് എപ്പോഴാണ് സൗണ്ട് കട്ടായെന്ന് എനിക്കറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടുന്നുണ്ട്. ഞാൻ ഈ നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി ആരാന്ന് എനിക്കറിയത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് വേഗത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് കാണിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നന്ദനയ്ക്ക് വേണ്ടി പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചോണം. ആ കുട്ടിയെ വിളിച്ച കുടുംബത്തെ വിളിച്ചൊന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചോണം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വലിയൊരു സ്പർശനം ഇന്ന് കുഞ്ഞിൻ്റെ മേൽ വെളിപ്പെടും. അവർ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനെ കാണിക്കുന്നത് വലിയൊരു നിരാശയിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ്. ദൈവം അവരുടെ കുടുംബത്തെ അത്ഭുത സാക്ഷ്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത് അത്ഭുതമാക്കി തീർക്കാൻ വേണ്ടി പോവാൻ. നന്ദി കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ എന്നവിടെ വെളിപ്പെടുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ അധികാരം ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് ഈ കൂട്ടത്തിലൊന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പം കർത്താവ് എന്നെ ഈ ടിൻസൺ എന്ന് പറയുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ടിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ടിൻസൺ എന്നാണ് വിളിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ആ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല അവസ്ഥയ്ക്കകത്തുനിന്നും വലിയ ദൈവപ്രവൃത്തിയിലേക്ക് ആ കുടുംബം ഇന്ന് വെളിപ്പെടട്ടെ. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് ഞാനൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനൊരു കാഴ്ച കാണിക്കുകയാണ്. ഒരു പ്രൊജക്റ്റ് എന്നാണ് ഞാൻ കാണുന്നത്. ആ ഒരു പ്രൊജക്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കത്തിൻ്റെ അക്ഷരത്തിൽ ജി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഫയലോ എന്തൊരു ഡോക്യുമെൻ്റോ ആണ്. ആ ഒരു ജിയിൽ തുടങ്ങുന്ന ആരംഭിക്കുന്ന ലെറ്ററിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ ജി എന്ന അക്ഷരത്തിലാണിത് തുടങ്ങുന്നത്. അതിൻ്റെ എഴുത്തോ അതിൻ്റെ ആരംഭമോ ജിയിലാണ് തുടങ്ങുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റ് ഇങ്ങനെ ഞാൻ കാണുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വാക്ക് കർത്താവ് ദൈവത്താൽ അത് നടക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുമ്പിൽ തടസ്സങ്ങൾ പലതും നേരിടും. പക്ഷേ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. നിനക്കതൊരു അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിനോട് പറയുകയാണ്. അതെനിക്കറിയത്തില്ല, അത് ആരാണോ, സൂമിലാണോ ലൈവിലാണോ, പെട്ടെന്ന് ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യുക. ജി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ഒരു അത്ഭുതമാക്കി ദൈവം അത് മാറ്റാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അവിടെ ദൈവം ചെയ്യുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനൊരു വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. വീടിൻ്റെ ഈ വീടിൻ്റെ തൊട്ട് അയൽവക്കത്ത് ചേർന്ന് തന്നെ ഈ ഒരു എന്താ പറയുക, ഈ തുളസിത്തറ പോലിരിക്കുന്ന ഒരു ഇതുള്ള വീട്. പക്ഷേ ആ രണ്ട് വീടിനും മതിലുകളില്ലാത്ത വീടുകളാണ്. ഈ രണ്ട് വീടും തമ്മിൽ മതിലില്ല. പക്ഷേ രണ്ട് വീട് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിറ്റം വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു വീടാണ് ഞാൻ കാണുന്നത്. ആ വീട് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ രണ്ട് വീടുമായിട്ട് ഒരു വീട്ടിലാണ് ഈ തുളസിത്തറയുള്ള വീട്. ഇവർ തമ്മിൽ മതിലുകളില്ല. പക്ഷേ അങ്ങോട്ട് ആരുടെ വീടത് ഏറ്റെടുത്തുന്ന ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം കർത്താവോട് പറയുന്നു. ആ കുടുംബത്തെ ദൈവം വലിയൊരു സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. ഞാൻ ആ ഒരു കുടുംബവുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുന്നത്, ഒരു 55 വയസ്സുള്ള ഒരു മനുഷ്യനെ ആ ഭവനത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ 55 വയസ്സ് ഏകദേശം അടുത്ത് പ്രായമുള്ളൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി, ആ മനുഷ്യൻ ആ ഭവനത്തിലേക്ക് വന്ന് കയറുന്നതും ഇറങ്ങുന്നതുമായൊരു കാഴ്ച ഞാൻ കാണുന്നു. ഞാൻ ആ ഒരു ഭവനത്തെ കയറി ചെല്ലുമ്പോൾ തന്നെ, ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സഹോദരനാണ് ഈ പറയുന്നത്, ഈ പ്രായമുള്ള
യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകം പ്രാർത്ഥിച്ചോണം ആ കുടുംബത്തിന് വേണ്ടി. കർത്താവ് എന്നെ കാണിക്കുന്നു ഒത്തിരി ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു മരണം, 2 മരണങ്ങൾ, ഇപ്പോഴല്ല കുറേ കാലം മുമ്പ് സംഭവിച്ച 2 മരണങ്ങൾ. ആ 2 മരണത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ രൂപസാദൃശ്യം ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് സാമ്യമുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ പിന്നെയും ഒരു മരണത്തെ അവകാശം പറയുന്ന ആ ഭവനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്പോൾ തന്നെ കുടുംബം വിട്ട് സകല മരണശക്തികൾ നീങ്ങട്ടെ. വലിയ സമാധാനത്തെ കർത്താവ് അവിടെ ചെയ്യുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ടത് അവകാശത്തിൻ്റെ വചനമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് കർത്താവ് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ കൂടുതൽ കർത്താവ് പ്രവചന തലത്തിലേക്ക് മൂവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കും. ഈ കുങ്കുമത്തിൻ്റെ ചെപ്പുണ്ടല്ലോ, കുങ്കുമം ഇടുന്ന അതുപോലത്തെ ഒരു ചെപ്പുള്ള ഒരു സ്ഥലം ഞാൻ കാണും. അത് കാണുമ്പോൾ ഞാൻ കാണുന്ന ഒരു കണ്ണാടി, സാധാരണ നമ്മളൊരു കണ്ണാടിയുടെ അടുത്താണ് ഇത് വെക്കുന്നത്, പക്ഷേ ഇത് കണ്ണാടിയുടെ അടുത്തല്ല, ഒരു തടി കൊണ്ടുള്ള ഒന്നേൽ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ചെപ്പെന്ന് പറയുന്നത് പോലെ ഈ സംഭവം വെച്ചേക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. അവിടെ ഈ വീടിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ, വീടിൻ്റെ പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വെള്ളക്കെട്ടുള്ളൊരു സ്ഥലം, അതായത് തോട് പോലെയുള്ള ഒരു സ്ഥലം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു വീടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ഫലവത്തായ ഒന്നിലേക്ക് ദൈവം നിങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി. ഇത് നിനക്കുള്ളതല്ല, നിന്നെ ദൈവം അവിടെ നിന്ന് എടുത്തു മാറ്റും. ഞാൻ ഈ വീടിൻ്റെ അകമാണ് കാണുന്നത്. ഞാൻ ഈ വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിൻ്റെ ലോഞ്ചിൽ, അതായത് കയറി ചെല്ലുമ്പോൾ ലോഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ മുമ്പ് വശത്തുള്ള ചെറിയൊരു ഹോളാണ്. ആ ഹോളിൽ തന്നെ ഒരു ഡോറ്, ജനലിൻ്റെ ഡോറ് ആ ഹോളിൽ തന്നെ കാണാൻ പറ്റും. ആ വീടിൻ്റെ ഹോളിൽ തന്നെ ജനലിൻ്റെ ഡോറ് കാണാൻ പറ്റുന്നൊരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഭവനവുമായിട്ട് ഇന്ന് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, ആ കുടുംബത്തിലെ തലമുറകൾ ദൈവത്താൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് ദൈവം അതിനെ വളർത്താൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുവാണ്. ആ ഒരു കുടുംബത്തിൻ്റെ അകത്തേക്ക് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു കയറുന്നതും സാബു മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവ് ഒരു സന്തോഷത്തിൻ്റെ വാർത്ത കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന്. ആ വ്യക്തിയെ ദൈവം അയക്കുന്നതാണ്. ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ പരിചയമില്ലെങ്കിൽ കുഴപ്പമില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കർത്താവ് ഇന്ന് ആ വ്യക്തിയെ നിങ്ങളുടെ കുടുംബത്തിലോട്ട് അയക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ആ കുടുംബം ഇപ്പം തന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആലോചനയുടെ അനുഗ്രഹത്തെ പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നത് ബ്ലസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ദൈവത്തിൻ്റെ നന്മകൾ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. ഞാനതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിനെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിൻഡ എന്ന് പറയുന്ന ഒരു മകളുടെ പേര് കർത്താവ് എന്നെ ലിൻഡ എന്നാണ് വിളിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മകളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ആ ലിൻഡയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് അയക്കാൻ വേണ്ടി പോകണം. പ്രത്യേകിച്ച് ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഒരു കാഴ്ച കാണിക്കുന്നത്, ഫയലിൻ്റെ അകത്ത് അതിങ്ങനെ അടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ലിൻഡയുടെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഇപ്പം തന്നെ ആ ലിൻഡയ്ക്ക് വേണ്ടി ആ മാതാവ് അതിനെടുത്തുനിന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് അതൊരു വലിയ സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. എന്നോടിങ്ങനെ ഒരു വാക്ക് കർത്താവ് കാണിക്കുകയാണ്, അതിൻ്റെ ഭാവിക്ക് തടസ്സമായി നിന്നതൊക്കെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് കുടുംബങ്ങളുടെ മേൽ നിന്നും ദൈവത്തിൻ്റെതായിട്ടുള്ള സകല നന്മകളും ആ കുടുംബത്തിൽ പ്രവേശിക്കട്ടെ. നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നവർ, ഇന്ന് കർത്താവ് എന്നെ മറ്റൊരു ഞാനിത് ഒരു ചെറിയ പെൺകുട്ടിയെ അല്ല കാണുന്നത്, വലിയ ഒരാളെ ഞാൻ കാണുന്നത്. പക്ഷേ അമ്മു എന്നാണ് വിളിക്കുന്നത്. ഒഫീഷ്യൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിത് വലിയ ആളാണ്, ചെറിയ കൊച്ചല്ല, അത് വലിയ ആളാണ്.
ഏകദേശം 40 വയസ്സിൻ്റെ അടുത്തോളം പ്രായമുള്ള ഒരാളാണ്. അമ്മു എന്ന് വിളിക്കുന്ന ഒരാളാണ്. ഈ അമ്മു എന്ന് വിളിക്കുന്ന ആൾക്ക് തന്നെ ഒരു സഹോദരിയുണ്ട്. സഹോദരി എന്ന് പറഞ്ഞാൽ മൂത്തയാളാണ്, ഈ പറഞ്ഞ ആളുടെ മൂത്തയാളാണ് ചേച്ചി. ഈ മൂത്തയാൾക്കൊരു മകനുണ്ട്. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൻ്റെ മേൽ വലിയ നാളുകളായിട്ട് നിങ്ങൾ ഭാരപ്പെടുന്നൊരു പ്രശ്നമാണ്. അത് കർത്താവിനാൽ പരിഹരിക്കപ്പെടാൻ വേണ്ടി പോവാണ്. ഇനി ആ വിഷയം ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. ആ കുരുക്കുകളെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം അവിടെ ചെയ്യുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. നന്ദി കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. വൻ കാര്യങ്ങളെ കർത്താവ് അവിടെ ചെയ്യുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും നമുക്ക് വന്നിരിക്കുന്നു. എല്ലാവരും കൈവച്ച് രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്നിട്ട് പറയണം, രോഗസൗഖ്യം. ഇങ്ങനെ പറയാം, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്. യേശു ക്രൂശിലൂടെ എനിക്ക് അവകാശമായി തന്നിരിക്കുന്നു. രോഗമല്ല അവകാശം, സൗഖ്യമാണ് അവകാശം, സമാധാനമാണ് അവകാശം, അത്ഭുതമാണ് അവകാശം, ദൈവപ്രവൃത്തിയാണ് അവകാശം. അത് എനിക്ക് വേണ്ടി ക്രൂശിൽ യേശു തന്നിരിക്കുന്നു. നന്ദി കർത്താവേ, അങ്ങ് തൊട്ട് അങ്ങ് ഇപ്പം തന്നെ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ, അങ്ങയുടെ അത്ഭുതകരം ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവർ, തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കടഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇത് നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് ഈ സമയത്ത് കടഭാരമുള്ളവർ, നിങ്ങൾ എത്ര തുകയാണോ നിങ്ങൾക്ക് എത്ര കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്നത്, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുന്നു. ആ ഭാരങ്ങളെ ക്യാൻസൽ ചെയ്യുന്നു. വഴി തുറക്കുന്ന ദൈവമാണ്. ആ രോഗമുള്ള ഭാഗത്ത് കൈ അവിടെ വെച്ച്, വേദന എവിടെയാണുള്ളത് കൈവച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നിങ്ങളിൽ നടക്കുകയാണ്. അത്ഭുതം നടക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സമയം ഇന്നത്തെ ദിവസം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ തന്നെ കർത്താവേ, ആ രോഗത്തിൻ്റെ മേൽ, ആ ബുദ്ധിമുട്ടിൻ്റെ മേൽ, പ്രയാസത്തിൻ്റെ മേൽ, ഞെരുക്കത്തിൻ്റെ മേൽ, ഏത് മാനസികാവസ്ഥയിലാണോ സമാധാനമില്ലാത്ത അവസ്ഥയാണ്, ഇപ്പോൾ അത്ഭുതമാണ്. ഇപ്പോൾ വലിയൊരു സമാധാനം ഉള്ളത്തിൽ നിറയുന്നല്ലോ, ദൈവശക്തിയാൽ നിറയുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം വിട്ടുമാറുന്നു. കൈ എടുക്കുമ്പോൾ തന്നെ അത്ഭുത സൗഖ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുക. ഞങ്ങൾ അവകാശിയാണ്. രോഗസൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞങ്ങൾ അവകാശിയാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ അത്ഭുതം കാണുകയാണ്. ഇപ്പോൾ അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്ഭുതത്തിന് നന്ദിയപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥിച്ചവരിൽ രോഗസൗഖ്യം ലഭിച്ചവരുണ്ടെങ്കിൽ, വേദന മാറിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ള സമയമാണ്. സൂമിലും ലൈവിലും ആയിക്കോട്ടെ. ഇന്ന് ലൈവിൽ കാണുന്നവർക്ക്, സൂമിൽ കാണുന്നവർ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയക്കണം. ഈ സമയത്ത് ആർക്കെങ്കിലും ആലോചന ബന്ധപ്പെട്ടതോ സൗഖ്യം നടന്നവരോ ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞോ. പറഞ്ഞു. ആ ഓ, എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു ബ്രദറെ അത്? ഓ, അത് വലിയൊരു അത്ഭുതമായിട്ട് നിങ്ങൾ പറഞ്ഞത്. ചെറുപ്പം മുതലേ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്നതായിരുന്നു.
ഒന്ന് പറഞ്ഞ് മാറിയില്ല, രണ്ട് പറഞ്ഞ് മാറിയില്ല, പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനത്തെ പ്രാർത്ഥനയിൽ ബ്രദറാണ് പൂർണ്ണമായിട്ടും ആ വേദന മാറി. കർത്താവ് തൊട്ടതാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, സൗഖ്യം നമ്മുടെ ആവശ്യമല്ല, അവകാശമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ എത്ര നേരം കേട്ട വചനത്തെ യേശു ഉറപ്പിച്ചതാണ്. നന്ദി കർത്താവെ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കി നന്ദി. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, പറഞ്ഞോ സിസ്റ്ററെ. ആമേൻ. പൂർണ്ണമായിട്ടും മാറിയ വേദന. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. യേശു പറഞ്ഞ പോലെ വേദനയായിരുന്നു, പക്ഷെ കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ഇൻസ്റ്റൻ്റ്ലി സൗഖ്യം നടന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. ഒന്ന് കൈ അവിടെ വെച്ച് സിസ്റ്റർ എല്ലാവരും ഒന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ. നമ്മളിന്ന് കേട്ടത്, ഇന്ന് 2 സാക്ഷ്യം നമ്മൾ കേട്ടത് യേശു തൊട്ടതാണ്. ഇന്ന് കേട്ടത് സിസ്റ്റർ കൈ വെച്ചിട്ട് പറയണം, പ്രാർത്ഥിക്കുന്ന ആളുടെ മിടുക്ക് മാത്രമല്ല, നമ്മുടെ മിടുക്കല്ല ഇവിടെ. യേശുവിൻ്റെ ഈ രോഗത്തെ, ഇപ്പോൾ പറഞ്ഞ പോലെ ആ മൂത്രസഞ്ചി വഹിച്ചിരിക്കുന്ന രോഗം യേശു ക്രൂശിൽ വഹിച്ചതാണ്. ആ വേദന യേശു ചുമന്നതാണ്. ഇനി ആ വേദന അവിടെ ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യാരോഗ്യവും ദീർഘായുസ്സും വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ, ഈ രാത്രി തന്നെ, ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന അപ്പം ആ വേദന ശരീരം വിട്ട് പൂർണ്ണമായിട്ടും മാറട്ടെ, പൂർണ്ണമായിട്ടും മാറട്ടെ, പൂർണ്ണമായിട്ടും മാറട്ടെ. കർത്താവെ അങ്ങ് തൊട്ട് ഇപ്പം തന്നെ കർത്താവെ, പ്രിയ മകളുടെ മേൽ ഇനി രോഗമില്ല, സൗഖ്യത്താൽ നടക്കുന്നതിന് നന്ദി, സൗഖ്യത്തിന് നന്ദി അപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഇപ്പം തന്നെ ചെക്ക് ചെയ്യുക, വേദന അവിടെ വിട്ട് മാറിയിരിക്കുന്നു, യേശു തൊട്ടിരിക്കുന്നു കേട്ടോ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞു സിസ്റ്ററെ. ഇത് നേരത്തെ സിസ്റ്റർക്ക് അത് പറ്റത്തില്ലായിരുന്നോ പൊട്ടൽ കഴിഞ്ഞതിന് പിന്നെ? ഇത് വലിയൊരു സിസ്റ്റർ, ഒരു മിനിറ്റ്, ഇത് വലിയൊരു സാക്ഷ്യം തന്നെ സിസ്റ്റർ പറഞ്ഞത്. കാര്യം സിസ്റ്റർ പൊട്ടലായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. ഇന്നലെയൊക്കെ നല്ല വേദന, നമുക്കറിയാം പൊട്ടലൊക്കെ വന്ന് പ്ലാസ്റ്റർ ഇട്ട ആ വേദന പെട്ടെന്ന് പോകുന്നതല്ല. പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കൈ അല്ല താക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്നലെ അത് വചനം കേട്ട പ്രാർത്ഥന ഏറ്റെടുത്തു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അല്ലേ സിസ്റ്ററെ, ഇപ്പം കൈ താത്തിട്ടൊന്നും വേദനയില്ല. അത് വലിയ സാക്ഷിയായിട്ട് പൊട്ടലുള്ള പ്ലാസ്റ്റർ ഇട്ട കൈയാണ്. പക്ഷെ കർത്താവ് അത് സൗഖ്യമാക്കി. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ സിസ്റ്ററെ, പറഞ്ഞോ. ഉം. ഉം. ഉം.
ആമേൻ. എത്ര നാട്ടിലെ ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ? എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു അലർജിയുടെ? ആമേൻ ആമേൻ. അത് വലിയ നമുക്കറിയാം. ആമേൻ. അത് വലിയൊരു സാക്ഷി കേട്ടോ സിസ്റ്റർ പറഞ്ഞാൽ. നമുക്കറിയാം ഈ അലർജിയൊക്കെ വന്നാൽ നമുക്കറിയാം ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടപ്പുറപ്പ് പോലെ കയറുന്ന അസുഖമാണ് ഈ അലർജിയൊക്കെ. പക്ഷേ ഇന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൈ വെച്ച് കുഞ്ഞിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കൽപ്പിച്ചു. അത്രയും വർഷമായിട്ടുണ്ടായിരുന്ന അലർജിയുടെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, കടന്നുറങ്ങി ജോലിക്ക് സ്കൂളിൽ പോയി, ഒരു വിഷയമില്ല. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ്. ഇതുപോലെ അനേകർക്ക്, മാക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടി ഇനി പ്രാർത്ഥിച്ചോണം. ഇതേപോലെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ആമേൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ജസ്റ്റ് വലിയ ഭാരപ്പെട്ട വിഷയമായിരുന്നു നമ്മളുടെ കാര്യം. എന്നാൽ കർത്താവ് ഇന്ന് അതിൻ്റെ മേൽ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തിക്ക് നന്ദി. നമ്മുടെ ഭാരങ്ങളെ മാറ്റുന്ന ദൈവമാണ് കർത്താവ്. അങ്ങനെ ചെയ്തതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? പറഞ്ഞോ. സിസ്റ്റർ, നമ്മൾ വചനം എഴുതുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വചനം എഴുതി പ്രാർത്ഥിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വചനം ഗ്രഹിക്കാൻ വേണ്ടി നമ്മളിതെല്ലാം ചെയ്തു. ഇപ്പം ഞാൻ വചനം ഏറ്റുപറയുന്നതും വചനം എഴുതുന്നതും വചനം കേൾക്കുന്നതും ഇതെല്ലാം എന്നിലേക്ക് ഈ വചനം പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചിലർ പറയും 1000 തവണ വചനം എഴുതിയാൽ അത്ഭുതം ഉണ്ടാകും എന്ന് ചിലർ ഇങ്ങനെ പറയുന്ന പ്രസംഗങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ എഴുതിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകണില്ല. പക്ഷേ എഴുതിയ വചനം നമ്മൾ വചനം പറയുമ്പോൾ നമ്മൾ എന്തിനാ ഈ പറയുന്നത്? നമ്മൾ കേൾക്കുവാൻ വേണ്ടി. കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകും. വിശ്വാസം കേൾവിയാൽ. അപ്പം എഴുതുകയും പറയുകയും ചെയ്യുമ്പം തനിയാവർത്തനമായിട്ട് വചനം പറയുമ്പോൾ ഈ വചനം നമ്മൾ പറഞ്ഞില്ല, നമ്മൾ പാല് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം അതിൻ്റെ അകത്ത് പോഷകങ്ങളെ വലിച്ചെടുക്കുന്നത് പോലെ നമ്മൾ തുടർച്ചയായിട്ട് വചനം പറയുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ പറയുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ഇപ്പോൾ 1000 തവണ നമ്മൾ വചനം എഴുതുവാന്ന് വിചാരിച്ചു. എഴുതുമ്പോൾ നമ്മൾ എന്തായാലും വാഗൊണ്ട് പറയുമല്ലോ, മനസ്സിലാണെങ്കിലും പറയുമല്ലോ. ഇത് പറയുമ്പം ഈ വചനം നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി മാറും. ഇപ്പോൾ എഴുതിയതിൻ്റെ ഗുണമല്ല, അത് ആ വചനത്തെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുകയും പിന്നെ നമ്മൾ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? ആ വിശ്വാസത്താൽ അത്ഭുതം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നാളെ മുതൽ എല്ലാവരും ഇരുന്ന് എഴുതി ഒരു ചടങ്ങ് പോലെ നമ്മൾ എഴുതിക്കൊണ്ട് കാര്യമില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ എഴുതാറുണ്ട്, ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുക. ഇപ്പം നമ്മൾ ഈ വചനം പറയുക എന്നൊരാശയമാണ്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊന്നും എന്താ പറയുന്നത്, നമ്മൾ ഒരു ചടങ്ങല്ല. അതായത് ഇത് ചെയ്താൽ ഇങ്ങനെ അനുഗ്രഹം കിട്ടും എന്നുള്ള പഠിപ്പിൽ തെറ്റാണ്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വചനം പറയുക. വചനം എന്തിനാണ് പറയുന്നത്? ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വചനം വിശ്വാസമായി മാറുകയാണ്. ഇതിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ എഴുതിയത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയല്ല. എഴുതുന്നത് എൻ്റെ ഉള്ളിൽ വിശ്വാസം വരാൻ വേണ്ടിയാണ്, പറയുന്നത് വിശ്വാസം വരാൻ വേണ്ടിയാണ്, കേൾക്കുന്നത് വിശ്വാസം വരാൻ വേണ്ടിയാണ്. ഇതെല്ലാത്തിൻ്റെയും കാതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞല്ലോ വചനം കേൾക്കുക. ഇപ്പം ഞാൻ നിങ്ങളുടെ വചനം എല്ലാ ദിവസവും പറയുക. അപ്പോൾ പറയുമ്പോൾ എൻ്റെ അകത്തുനിന്നും ഞാൻ കേട്ടിട്ട് ഞാൻ വായിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ അകത്ത് ഈ വചനത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഴിവല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ കാരണം ഈ വചനം എന്നിൽ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു കറണ്ട് തൊട്ടാൽ ഷോക്ക് അടിക്കുമല്ലോ. കറണ്ടെ തൊട്ടാൽ നമുക്കൊരു ഷോക്ക് അടിക്കുന്ന പോലെ തന്നെ അത് ആ കറണ്ടിൻ്റെ ശക്തിയാണ്. അതായത് തൊട്ടയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും വേണ്ട, അവിടെ കറണ്ടിൻ്റെ പവറാണ് അത്. അപ്പം ഞാനൊരു വചനം നിങ്ങൾക്ക് പറയുമ്പോൾ എന്നിലൂടെ ഈ വചനം പാസ് ചെയ്യുമ്പോൾ എൻ്റെ അകത്തൊത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇതിങ്ങനെ കിടക്കും.
ഞാൻ എല്ലാ ദിവസവും ഈ വചനം പറയുമ്പോൾ ഈ പവർ എന്നിൽ കിടക്കും. അപ്പം ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഈ എല്ലാ ദിവസവും കിടക്കുന്ന ഈ വചനം എന്നിൽ നിന്നും പുറത്തേക്ക് ഒഴുകും, സ്പ്രെഡ് ചെയ്യും. ഇതാണ് നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ. അപ്പോൾ നിങ്ങളിത് എല്ലാ ദിവസവും വചനം പറഞ്ഞാൽ എന്നാ സംഭവിക്കും? നിങ്ങളിൽ ഇത് സംഭവിക്കും. ഈ പവർ ഇലക്ട്രിസിറ്റി പോലെ പാസ് ചെയ്യുന്ന ഒരു പവർ ഇതിങ്ങനെ കിടക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി വചനം ചെയ്യുകയും പറയുന്ന ഒരാളുടെ മേലെ എപ്പോഴും ആ ഒരു പവറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ കൈ വെക്കുമ്പോൾ അങ്ങനൊരു പെട്ടെന്ന് ദൈവപ്രവൃത്തിയിലേക്ക് പോകുന്നത്. അത് അവരുടെ ഉള്ളിൽ ആ വചനത്തിൻ്റെ ഒരു പവർ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാ ദിവസവും ചെയ്താൽ നിങ്ങളുടെ അകത്തും ഇതും ഉണ്ടാവും. എല്ലാ ദിവസവും വചനം വായിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വചനം പ്രാർത്ഥിക്കുന്ന അന്യഭാഷാ പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്ത് പവർ വ്യാപരിക്കും. ഈ പവർ എന്ത് ചെയ്തു വെച്ചാൽ ഇത് നിങ്ങളിൽ ഒതുക്കാൻ പറ്റാത്ത രീതിയിൽ പവർ വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി തൊടുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു ഭവനത്തിൽ കാലുകുത്തിയാൽ ഭവനം രക്ഷപ്പെടും. എത്ര തകർന്ന വ്യക്തിയാണെങ്കിലും ഈ വചനത്തിൻ്റെ ശക്തി ഒരാളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു ഭവനത്തെ കാലുകുത്തിയാൽ ആ വ്യക്തി ആ ഭവനത്തിൽ കാലുകുത്തി ജസ്റ്റ് ഒരു വെള്ളം കുടിച്ചാൽ മതി, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ശരി, വെള്ളം കുടിച്ചാലും അതല്ല. ഏലീശ ഭവനത്തിൽ കയറി, വിധവ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഏലീശ ഭവനത്തിൽ കയറിയതുകൊണ്ട് ആ ഭവനത്തിൻ്റെ മരണം മാറി, അവർക്ക് ബിസിനസ് തുറന്നു, അവരുടെ അവസ്ഥ മാറി, മരിച്ച കുഞ്ഞ് ജീവിച്ച് എണീറ്റ് വന്നു. അത് പ്രത്യേകത മനസ്സിലായോ? അത് ആരുടെ ഗുണമാണ്? ആ വചനവും ദൈവമായിട്ട് ബന്ധമുള്ളവൻ ആ ഭവനത്തിൽ കയറിയതുകൊണ്ട് മരിച്ച ഡെഡ് ബോഡി വരെ ഉയർത്തെഴുന്നേറ്റ് വന്നു. അപ്പോൾ ദൈവം പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും വചനം പറയുകയും ചെയ്യുന്ന ആ വ്യക്തി ഒരു ഭവനത്തിൽ കയറിയാൽ, എല്ലാ വ്യക്തിയെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ എല്ലാ പ്രാർത്ഥനക്കാരെയും വിളിച്ച് വീട്ടിൽ കയറ്റരുത്. നാളെ പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്തമല്ല. ആ ദൈവികമായ അഭിഷേകം വഹിക്കുകയും ചുമക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറയുന്നത് പ്രത്യേക അത് ദൈവത്താൽ അവർ എല്ലാ ദിവസവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംഭവം. അത് അങ്ങനെയുള്ള വ്യക്തികൾ കാലുകുത്തിയാൽ ആ ഭവനം വ്യത്യാസങ്ങളുണ്ടാകും. അത് അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. നിങ്ങൾക്ക് അത് നമ്മളീ പഠിപ്പിക്കുന്ന മുഴുവൻ അതാണ്. നിങ്ങളിലേക്കും അത് സ്പ്രെഡാവും. അപ്പോൾ എഴുതുക എന്നുള്ളത് എപ്പോഴും ഓർത്താൽ മതി. 1000 തവണ എഴുതിയാണ്, അങ്ങനെ പഠിപ്പീരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ 2000 തവണ വചനം എഴുതി പ്രാർത്ഥിച്ച അത്ഭുതം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് 2000 പ്രാവശ്യം പറയൂ. അത് എഴുതിയത് കൊണ്ടല്ല, പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ വിശ്വാസമായിട്ട് മാറി. അതാണ് അത്ഭുതം. അപ്പോൾ പക്ഷേ എല്ലാവരും എഴുതാൻ തുടങ്ങിയപ്പോൾ കിട്ടിയില്ല. കാര്യം എന്തുവാ? പലരും എഴുതാൻ വേണ്ടി എഴുതി, പറഞ്ഞില്ല. ഇതിൻ്റെ ആശയം മനസ്സിലാക്കണം. ഇതെൻ്റെ ഉള്ളിൽ വിശ്വാസം തരാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയം ഒത്തിരി മുന്നോട്ട് പോയി. നമുക്ക് നാളെ പിന്നെയും കൂടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഞാൻ പറയാൻ വിട്ടുപോയി, നാളെ സൂമിലല്ല യൂട്യൂബിലാണ്. അപ്ഡേഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. നാളെ എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ പ്രയർ നടക്കുന്നുള്ളത് കൊണ്ട് സമയത്തിന് ഒത്തിരി വ്യത്യാസം വരും. അപ്പം ലൈവ് യൂട്യൂബിലായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം തിങ്കളാഴ്ച പിന്നെയും നമ്മൾ ഒരുമിച്ച് കൂടും, വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ തന്നെ എല്ലാ ദിവസവും കയറുക. നിങ്ങൾക്കുള്ള പ്രവചന ദൂതുകൾ, അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടും. നിരാശപ്പെടേണ്ട, പ്രാർത്ഥിക്കുക. അടുത്ത നിങ്ങളുടെ ഊഴമായി കർത്താവ് മാറ്റും. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാവരും ഒരു നിമിഷം വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞ് മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് സൂമിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറഞ്ഞ് ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.